താൻ എന്തായി കാണിക്കുന്നേ? ചെടികളെല്ലാം വെട്ടിക്കളയാ? അയ്യോ, ഇത് മുഴുവൻ പോയല്ലോ. കൊച്ചമ്മേ, വിശന്ന എനിക്ക് കണ്ണ് കാണില്ല. എന്തോ ഒരു വിശപ്പ്. തന്റെ ഒരു വിശപ്പ് വെറുതെ അല്ല ആൾക്കാർ തന്നെ തീറ്ററപ്പായി എന്ന് വിളിക്കുന്നത്. മോളെ, നീ ഇന്നലെ വൈകിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് എന്തു പറ്റി? ഫ്രണ്ട്സിന്റെ കൂടെ പർച്ചേസിംഗ് കഴിഞ്ഞ് വന്നപ്പോ ലേറ്റ് ആയി മമ്മി. പിന്നെ ഇന്ന് രാവിലെ പോരാന്ന് വെച്ചു. ഇന്നലെ രാത്രി കിടന്നിട്ട് ഞാൻ ഒരുപോലെ കണ്ണടച്ചില്ല മോളെ. അതെ, ഉച്ചയൂണും കഴിഞ്ഞുള്ള ഉറക്കം കൂടിയിട്ടാ. അതേടി, നിനക്കിപ്പോ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. സമയത്ത് മക്കളെ കാണാതാവുമ്പോ അമ്മമാർക്ക് കിടന്നാൽ ഉറക്കം വരില്ല. അറിയോ നിനക്ക്? അയ്യോ, എന്റെ മമ്മിക്ക് ഇത് എന്ത് പറ്റി? ആന മെലിഞ്ഞതുപോലെ മെലിഞ്ഞല്ലോ. മിസ്സസ് സൂപ്രണ്ട് സ്ലിം ബ്യൂട്ടി ആകാനുള്ള ശ്രമമാണോ? മതിയടി കളിയാക്കിയത്. വാ, വേണമെന്നുള്ള ഞാൻ എടുത്തോളാം കുഞ്ഞേ. ഓഹോ, പിന്നെയും പോന്നോ ഇതിനകത്തോട്ട്? എന്താണെന്ന് അറിയില്ല കുഞ്ഞേ. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാ പിന്നെ ഇവിടെ തിരിച്ചെത്തുന്നവരെ എനിക്ക് ഒരു മനസമാധാനം ഉണ്ടാവില്ല. ശരിയാ, ഇതിനകത്താവുമ്പോ മേലനങ്ങാതെ 3 നേരം വെട്ടി വിഴുങ്ങാലോ. എന്തിനാ മോളെ ആ പാവത്തിനോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? പാവം, ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കാണാതാവുമ്പോഴേ മമ്മിയും ഡാഡിയും പഠിക്കും. അല്ല, ഈ ക്രിമിനൽസിനെ കൊണ്ട് തന്നെ പണിയെടുപ്പിക്കണമെന്ന് ഡാഡിക്ക് എന്താ എത്ര നിർബന്ധം? ഡാഡി എന്ത് ചെയ്യാ മമ്മി? അകത്തുണ്ട്. പിഴിച്ചിലും തിരുമലും തകൃതിയായി നടക്കുക. മതിയാക്കാം മാധവൻകുട്ടി, മോള് വന്നെന്ന് തോന്നുന്നു. കഴിഞ്ഞു. നല്ല സുഖം. ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ബെറ്റർ ഇംപ്രൂവ്മെന്റ്. സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്താൽ ആയുർവേദത്തിന്റെ അടുത്ത് ഒരു അലോപ്പതി നിൽക്കില്ല. എന്താ ഒരു കുസ്തി പിടിക്കാനുള്ള ആരോഗ്യം ഉണ്ട് ഇപ്പൊ. എന്താ ഒരു കൈ നോക്കണോ? നമുക്ക് കഴിക്കോ? ഹായ് മോളെ, നീ പോന്നു? ആഹാ, ഹിസ് ഹൈനസ് മത്തായിച്ചൻ ഇതിനകത്തുണ്ടായിരുന്നോ? എടി, അപ്പനെ കയറി പേര് വിളിക്കുന്നു. ഇവളെന്ത് പറഞ്ഞാലും നിങ്ങൾ ഇളിച്ചോണ്ട് നിന്നോ. അതാ പെണ്ണ് കിടന്ന് വിളയുന്നത്. ബോഡി എങ്ങനെയുണ്ട്? മത്തങ്ങ പോലെയുണ്ട്. ആ, മാധവൻ കൂടി കണ്ടിട്ടില്ലല്ലോ. മൈ വൺ ആൻഡ് ഓൺലി ഡോട്ടർ നിമ്മി, സെന്റ് മേരീസിലെ 2nd ഇയർ പ്രീ ഡിഗ്രി. മോളെ, ഇത് മാധവൻകുട്ടി, ആയുർവേദ ഡോക്ടറാ. ഇപ്പൊ എന്നെ ട്രീറ്റ് ചെയ്യുന്നത് മാധവൻകുട്ടിയാ. ഒരു ക്രിമിനലിനെ അല്ലാതെ വേറെ ആരും കിട്ടിയില്ലേ ഡാഡിയെ ചികിത്സിക്കാനായിട്ട്? താനത് കാര്യമാക്കണ്ട. അവളൊരു കഥയില്ലാത്ത പെണ്ണാ. ആണും പെണ്ണുമായിട്ട് ഒന്നല്ലേ ഉള്ളൂ. നാച്ചുറലി അല്പം ലാളിനെയും കൂടി കൂട്ടിക്കോ. ക്രിമിനൽസ്. മോള് പറഞ്ഞ ശരിയല്ലേ സാർ? എല്ലാരെയും ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്ന നിന്റെ സ്വഭാവം ഉണ്ടല്ലോ, അത് തീരെ ശരിയല്ല. പാവം, ആൾക്ക് ഫീൽ ചെയ്തിട്ടാ പോയത്. ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന എല്ലാവരും കുറ്റവാളികളാണെന്നാണോ നിന്റെ വിചാരം? പാവം മാധവൻകുട്ടി, അയാള് പറഞ്ഞതെല്ലാം സത്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് മനസ്സിലാവും, ഒരുപാട് കുറ്റവാളികളെ കണ്ടവനാ ഞാൻ. ഇന്നത്തെ ഫുഡ് വളരെ മോശ, ക്വാണ്ടിറ്റിയും വളരെ കുറവ്. ജയിൽ ഫെസിലിറ്റീസ് ഒക്കെ വളരെ പുവറാ. ഇങ്ങനെ പോയാൽ ഞങ്ങൾ ഹോം മിനിസ്റ്റർക്ക് കംപ്ലൈന്റ് ചെയ്യും. എന്നാ വേഗം പോയി കംപ്ലൈന്റ് കൊടുക്ക്. ജയിലിൽ ഒരേ എസിയും, കഴിക്കാൻ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും, പിന്നെ കിടക്കാൻ നേരത്ത് 3 പെഗ് വിസ്കിയും, പെണ്ണ് കേട്ടാതവർക്ക് ഒരേ പെണ്ണും. എന്താ പോരെ? സർക്കാരിന് അധിക ചെലവുണ്ടാവുന്ന സുഖ സൗകര്യങ്ങൾക്കൊന്നും ഞങ്ങൾ കൂട്ടു നിൽക്കില്ല. ഞങ്ങൾക്ക് വയറ് നിറച്ച് നല്ല ബെസ്റ്റ് ഫുഡ് കിട്ടണം. പിന്നെ വേണമെങ്കിൽ ഐസ്ക്രീം കൂടി ആവാം. ഒന്നും ചോന്നരാ, ഒരു കാര്യം പറയട്ടെ, ഇങ്ങോട്ട് വാടാ. പിന്നെ ഇത് മുഴുവനുണ്ടല്ലോ. അവന്റെ ഒരു കംപ്ലൈന്റ്. എനിക്കെന്റെ മോൻ മമ്മാലി ഒന്ന് കാണണം. അകത്ത് ചോദിച്ചാ മതി.
എന്താ വിയാത്തുമ്മേ പിന്നെ വന്നോ? അവന് നിങ്ങളെ കാണാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് വീണ്ടും വീണ്ടും വരണേ? ഞാൻ പെറ്റുപോയില്ലേ, എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? അത്ര പെട്ടെന്നൊന്നും മാനസാന്തരം വരുന്ന സൈസ് അല്ലവൻ. ഇനി ഓൻ കാണണ്ട, ഓന്റെ മോളാണിത്. ഈനൊന്ന് വന്ന് കണ്ടൂടെ ഓന്? ഓന്റെ ചോരയല്ലേ. ആ തോന്നൽ അവനും കൂടി വേണ്ടേ? സാറേ, ഓന്റെ ചക്കര മോൾ ഓന് കൊടുക്കാൻ ഓറഞ്ചും പഴം കൊണ്ടുവന്നിരിക്കുന്നൊന്ന് പറയൂ സാറേ. സാറ് പറഞ്ഞ ഓൻ കേക്കും. ഒന്ന് പറ സാറേ. പാപ്പയുടെ ജോലി തീരുന്നില്ലേ മൂത്തമ്മ? പാപ്പയോട് വേഗം വരാൻ പറ, കാണാൻ കൊതിയാവണ്. ഓനിവിടെ ജോലിക്ക് വന്നതാന്ന് അവളോട് പറഞ്ഞിരിക്കണേ. ഓൻ ഞങ്ങളോട് മിണ്ടിയും പറയുകയും ഒന്നും വേണ്ട. ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ പോയിക്കോളാം. സാറേ, മമ്മാലി, നിന്നെ കാണാൻ നിന്റെ ഉമ്മയും മോളും വന്നേക്കണോ? എനിക്ക് കാണണ്ട. മമ്മാലി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എത്രയായാലും നിന്റെ ഉമ്മയും മോളും അല്ലേ? അത്ര കഷ്ടപ്പെട്ടിട്ടാടോ അവര് വന്നേക്കണേ. ഒന്ന് കാണുന്നതിൽ എന്താണോ തെറ്റ്? എനിക്ക് ആരെയും കാണണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തിനാ എന്നെ കാണാൻ അനുവദിക്കുന്നത്? വേണ്ട, ഞാൻ വരില്ല. ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് കിടക്കുകയാണല്ലോ എന്ന് കരുതി ഒരിച്ചിരി ദയ കാണിക്കാന്ന് വെച്ചാൽ അപ്പൊ അവൻ തലേ കയറും. കഴിവേറുടെ മോൻ. ആ ഉമ്മയും മോള് എത്ര തവണയായെന്നറിയോ വരണേ? അവറ്റിങ്ങളൊന്ന് നോക്കുക, ഒരു വാക്ക് മിണ്ടുക. അവനാ പരിപാടിയില്ല. കുരിശ് കണ്ട ചെകുത്താനെ പോലെ അവൻ. അതേ, കുഴൽമന്ദം ചന്തേന്ന് എന്നാലി കച്ചവടം കഴിഞ്ഞ് വരികയായിരുന്നു അവൻ. ലേശം വീശിയിട്ടുണ്ടായിരുന്നു. മേലും കീഴും നോക്കാൻ പോയില്ല. ഒരൊറ്റ വെട്ട രണ്ടിനെയും. തല വേറെ, ഉടല് വേറെ. കെട്ടിയ പെണ്ണ് അന്യനൊരുത്തിന്റെ കൂടെ പിറന്ന പടി കിടക്കണം കണ്ടാൽ ആരാ സഹിക്കുക? വെട്ടി. അപ്പൊ ഞാനായാലും വെട്ടും, ഡോക്ടറായാലും വെട്ടും, അല്ലേ? ഇനിയിപ്പോ മമ്മാലിയുടെ കാര്യത്തില് റോക്കറ്റ് വിടുമ്പോ എണ്ണണത് പോലെ 10, 9, 8, 7 എന്ന് എണ്ണി തുടങ്ങാം. ദയാഹർജി തള്ളിയില്ലേ? ഇനി തൂക്കിക്കൊല്ലാനായി തീയതി നിശ്ചയിച്ചുകൊണ്ടുള്ള ബ്ലാക്ക് വാറണ്ട് വരേണ്ട താമസമേ ഉള്ളൂ. ബ്ലാക്ക് വാറണ്ട് എന്ന് വെച്ച് ഡോക്ടറുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കണമെന്നില്ലല്ലോ. അയച്ച ദയാഹർജി ഡൽഹിയിലൊക്കെ പോയി ഒന്ന് ചുറ്റിക്കറങ്ങി അനുകൂലമായിട്ട് ഇനി വരും. ഡോക്ടർ ധൈര്യമായിട്ടിരിക്കേ. എന്തായി സാറേ, ഓൻ വരുമോ? ഇല്ല, കരിങ്കല്ലിലേക്കാ കട്ടി അവന്റെ മനസ്സ്. സമയം കളയാതെ പോകാൻ നോക്ക്. ഒരുപാട് ദൂരം പോകേണ്ടതല്ലേ. ചെല്ല്. ബാപ്പ ജോലി തരത്തില്ല, നമുക്ക് പിന്നെ വന്ന് കാണാം. വാ. ഇല്ല, ഞാൻ വരില്ല. എനിക്ക് എന്റെ പാപ്പേനെ കാണണം. വാശി പിടിക്കരുത്. ഇന്നില്ലെങ്കിൽ നാളെ അവന്റെ മനസ്സ് മാറും. അപ്പൊ നമുക്ക് ബാപ്പേനെ വന്ന് കാണാം. വാ. ഇല്ല, ഞാൻ വരില്ല. ഇവിടെ വരാനാ പറഞ്ഞത്. വരില്ല. സോറി, ഐ എം റിയലി സോറി. ഡാഡി വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോഴാ ഞാൻ പറഞ്ഞത് തെറ്റായി പോയല്ലോ എന്ന് എനിക്ക് തോന്നിയത്. ഡോക്ടറെ വേദനിപ്പിച്ചതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഓ, തെറ്റായി പോയല്ലോ എന്ന് എനിക്ക് തോന്നിയത്. ഡോക്ടറെ വേദനിപ്പിച്ചതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഓ, സാരമില്ല. ഞാനതൊക്കെ അപ്പോഴേ മറന്നു. ശരി, ഞാൻ വരട്ടെ. ആ, സുമാരുള്ള സാറേ, ഒന്നിങ്ങ് വന്നേ. എന്താടാ? ഒരു വിഷമം പറയാനുണ്ട്. എന്ത് വിഷമം? സൂപ്രണ്ട് സാറിന്റെ വീട്ടിലെ പണിക്ക് ഡോക്ടറെ മാത്രമേ കൊണ്ടുപോകുള്ളൂ. അയ്യോ, അങ്ങനൊന്നുമില്ല. ഞാനും ശരിക്കും ശിക്ഷ ഇട്ടിട്ടാണ് ഈ ജയിലിലേക്ക് വന്നത്. എടാ നീയേ, നിനക്ക് വിശന്നാലുണ്ടല്ലോ സാറിനെ സാറിന്റെ കുടുംബത്തെ പിടിച്ച് ഒന്നിച്ച് വിഴുങ്ങും. അതുകൊണ്ടാ കൊണ്ടുപോകാത്ത. ഏയ്, എന്നെ പറ്റി അങ്ങനത്തെ ചീത്ത ചിന്താഗതിയൊന്നും സൂപ്രണ്ട് സാറിന് ഉണ്ടാവില്ല. ഒരു പക്ഷേ അങ്ങനെ മോള് വല്ല പരദൂഷണം പറഞ്ഞിട്ടുണ്ടാവും. അതങ്ങനത്തെ മനുഷ്യ പറ്റില്ലാത്ത ഒരു ജന്തുവാ. നിന്നെയൊക്കെ എങ്ങനെയാടാ വിശ്വസിച്ച് വീട്ടിൽ കയറ്റുന്നത്? എന്റെ പോക്കറ്റ് വരെ അടിച്ചവനല്ലടാ നീ. ഒരിക്കലും വിശ്വസിക്കുന്നവനെ ചതിക്കുന്നവനല്ല ഈ റപ്പായി. അങ്ങനെ ഒരുത്തനായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിവിടെ ഒരു സ്ഥിരതാമസക്കാരനാകുമായിരുന്നില്ല. ചായ. ചൂട് പോകുന്നതിന് മുമ്പ് കഴിക്കേ. ഞാൻ അന്നേ പറഞ്ഞില്ലേ മാധവൻകുട്ടി, ഇവിടെ ഇത്രേ ഉള്ളൂ. ചായ കുടിക്ക്.
ഡോക്ടർ ഒന്നും ഓർത്ത് വിഷമിക്കരുത്. ദയാഹർജി എനിക്കതിലൊന്നും ഒരു വിശ്വാസമില്ല. ആരുടെയൊക്കെയോ കാരുണ്യം കൊണ്ട് അപൂർവം ചിലർക്ക് കിട്ടുന്ന ഭാഗ്യം എനിക്കത് കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്റെ മനസ്സ് പറയുന്നു ഡോക്ടറുടെ ദയാഹർജി സാങ്ഷൻ ആകുമെന്ന്. നിയമത്തിന്റെ കാരുണ്യം ഡോക്ടറെ തേടിയെത്തും. അതിരിക്കട്ടെ, ഡോക്ടറുടെ വീട്ടില് ആരൊക്കെയുണ്ട്? അമ്മ, മകൻ അരുതായ്മകളൊന്നും സംഭവിക്കില്ല എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന ഒരമ്മ. പിന്നെ ഇളയ 2 സഹോദരിമാർ, സുനിത, സുധ. സംതൃപ്തിയുടെ ദിനങ്ങളായിരുന്നു ഞങ്ങളുടേത്. ഞങ്ങളോടൊപ്പം സന്തോഷം പങ്കിട്ടുകൊണ്ട് അവിവാഹിതനായ അമ്മാവനും കൂടെയുണ്ട്. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന സുനിത, സെക്കൻഡ് ഇയർ PDCക്ക് പഠിക്കുന്ന സുധ. കൊച്ചു കൊച്ചു വഴക്കുകളും ഒത്തിരി തമാശകളും നിറഞ്ഞതായിരുന്നു ഞങ്ങളുടെ ദിനങ്ങൾ. ഓഹോ, കൊച്ചമ്മമാരൊന്നും റെഡിയായില്ലേ ഇതുവരെ? എടി സുനിതേ. വരുന്നു കേട്ടോ. ഓ, എത്ര നേരമായിടി ഒരുങ്ങാൻ തുടങ്ങിയിട്ട്. ഓരോരുത്തരുടെ സൗകര്യത്തിന് തുറക്കാനും പൂട്ടാനുള്ള അല്ല എന്റെ ഡിസ്പെൻസറി. ഓ, ഈ ആയുർവേദ ഡോക്ടർക്ക് MBBS ഡോക്ടറെക്കാളും വലിയ ഗമയാണല്ലേ അമ്മേ? MBBS അഡ്മിഷൻ കിട്ടാതിരുന്ന എന്റെ കുഴപ്പം കൊണ്ടാണോടി. ആയുർവേദം അത്ര മോശമൊന്നുമല്ല. മോശമാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് കുടിക്കേ. മറ്റവളോടെ പോയി. എടി സുധേ. ഞാൻ റെഡി. അയ്യേ, എന്തും നാടിയത്. കഥകളിക്ക് ചുട്ടി കുത്തിയ പോലെ ഉണ്ടല്ലോ. തൂത്തള. ഇന്നെന്താ ഡിസ്പെൻസറി തുറക്കാൻ ഇന്ന് ഇത്ര തിടുക്കം? അറിയില്ലേ, ഇന്ന് ഗ്രൗണ്ടിൽ എന്താ നീ ഇപ്പൊ കളിക്കാൻ പോവാറുണ്ടോ? അല്ലമ്മേ, ടീം ക്യാപ്റ്റൻ ഗ്രൗണ്ടിൽ ഒന്ന് വീണു. പുള്ളിക്കാരൻ ചികിത്സിക്കുന്നത് നമ്മുടെ ഡിസ്പെൻസറിയിലല്ലേ? അല്ലേ? അതെ അതെ. എന്നിട്ട് അയാൾക്ക് സുഖമായോ? പിന്നെ വളരെ സുഖമായിട്ട് വരുന്നു. പോട്ടെ. ബസ് ചാർജ് വർധന നടപ്പാക്കും വകുപ്പ് മന്ത്രി. മന്ത്രി നടപ്പാക്ക് കിടപ്പാക്ക് എന്ത് വേണേലും ചെയ്യട്ടെ. അമ്മാവൻ ആദ്യം പിടിക്കുന്ന എന്തിനാ? നമുക്ക് കാറുണ്ട്, അതിൽ പോവാം. വാ. എങ്ങോട്ട്? നമ്മുടെ ഡിസ്പെൻസറി ഒന്ന് പെയിന്റ് ചെയ്യണം. പോകുന്ന വഴി അമ്മാവൻ ഇറങ്ങി ഏതെങ്കിലും ഒരു പണിക്കാരനെ തപ്പിയെടുക്കണം. അത് ശരി. ഭാഗരതി, ഒരു ഉടുപ്പും കൊടുത്ത്. നമുക്കേ ആ തൊളവായ ഭാസ്കരനെ വിളിക്കാം. അവനാണെങ്കിൽ 2 ദിവസം കൊണ്ട് പണി തീർക്കും. മിടുക്കനാ. ഇങ്ങോട്ട് കൊണ്ടുവാ. ഇറങ്ങ. ബൈ. ഓക്കെ, ബൈ ബൈ. വൈദ്യരെ, സോറി ഫോർ ദ ഡിലേ. ഓടി വായി നോക്കിയാൽ കാത്തു നിൽക്കുന്നുണ്ടാവും. ചെല്ല്. വായി നോക്കിയാണല്ലോ ചേട്ടൻ ഒരെണ്ണത്തിനെ വലയിലാക്കിയത്. വേഗം ചെല്ല്, കാത്തു നിൽക്കുന്നുണ്ടാവും. അതിനു വേണ്ടിട്ടാണല്ലോ തൊളവായം ഭാസ്കരനെ വിളിക്കാനെന്നും പറഞ്ഞ് അമ്മാവനെ വഴിയിലിറക്കി വിട്ടത്. നീ ആള് കൊള്ളാമല്ലോടി. നിനക്കിതെങ്ങനെ മനസ്സിലായി? ഞാൻ ചേട്ടന്റെ അനിയത്തിയല്ലേ, എങ്ങനെ മനസ്സിലാകാതിരിക്കും? ഓക്കെ ഓക്കെ ഓക്കെ, ചെല്ല് ചെല്ല്. ടയർഡായി മാധവേട്ടാ, ടു ടയർഡ്. ആഹാ, ഇന്റർനാഷണൽ താരത്തിന്റെ ക്ഷീണം മാറ്റാൻ ഞാൻ പോയി ഇത്തിരി ഗ്ലൂക്കോസ് ലേക്കണമെന്നല്ലോ. ആയിക്കോട്ടെ, താങ്ക്സ്. ഒറ്റ അലക്ക് വെച്ചെന്നുണ്ടല്ലോ. ഞാൻ കൊള്ളും. കൊള്ളണം. അതിനു വേണ്ടിട്ടാണല്ലോ കല്യാണം കഴിക്കുന്നത്. ഓഹോ, അപ്പൊ തല്ലാനാണോ കല്യാണം കഴിക്കുന്നത്? സംശയം എന്താ കുട്ടി? ഇമ്മിണി പുളിക്കും. ചോദിക്കാനും പറയാനും ശോഭാമേനോന് ആളുണ്ടെന്ന കാര്യം മറക്കണ്ട. സംസാരിച്ചെന്ന് സമയങ്ങളെന്താ? വാ, വണ്ടി കയറ്. മാധവേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? എനിക്ക് 1-2 പ്രപ്പോസലുകൾ വന്നിരിക്കുക. വളരെ നല്ല കാര്യല്ലേ, നല്ലൊരെണ്ണം നോക്കി നടത്തി തരാൻ പറ. സീരിയസ് ആയിട്ടാ പറയുന്നത്. എടി പെണ്ണേ, ഞാൻ എസ് മൂളാതെ നിന്റെ കഴുത്തിൽ ആരെങ്കിലും താലി കെട്ടും നിനക്ക് തോന്നുന്നുണ്ടോ? രവീന്ദ്രന്റെയും സുനിതയുടെയും കല്യാണം നടക്കുന്ന അതേ പന്തലിൽ വെച്ച് നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടും. പ്ലാനൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരുന്നാ പോരാ, എന്റെ അച്ഛനോട് ചെന്ന് വിവരം പറയണം. അതൊക്കെ പറയാന്ന്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഒരു മർക്കടൻ മാർഗതടസ്സം നിൽക്കുന്നുണ്ടോ എന്നൊരു സംശയം.
മർക്കടനോ? ഉം. അതാര്? നമ്മുടെ അമ്മാവൻ തന്നെ 2 അടി പൊക്കത്തിൽ വാമനെ പോലെ തനി ഒരു ഈച്ച മേനോൻ. കണ്ടാ തന്നെ അറിയാം തലയിലോട്ട് മുടിയില്ല, കല്യാണവും കഴിച്ചിട്ടില്ല, മറ്റുള്ളവരെന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അതൊട്ട് സമ്മതിക്കൂല. മർക്കടൻ, തനി ഈച്ച മേനോൻ. മരുമകന്റെ വേളിപ്പെണ്ണിന് നാക്കിനെത്ര നീളം വേണം, മൂക്കിനെത്ര വണ്ണം വേണം എന്ന് തുടങ്ങി 100 കൂട്ടം ഡിമാൻഡ്. ഇതിനൊക്കെ പുറമെ 5 lakhs സ്ത്രീധനം. എത്ര എത്ര? 5 lakhs. ഒരു ഡൂക്കിലെ ആയുർവേദ വൈദ്യർക്ക് 5 ലക്ഷം രൂപ സ്ത്രീധനമോ? ഒത്തിരി കിട്ടും. ഇങ്ങനത്തെ ഒരു പെണ്ണിനെ കിട്ടണമെങ്കിൽ രൂപ ഇങ്ങോട്ട് തരണം. രൂപ അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട, നീ വണ്ടി കയറ്. അത് പോട്ടെ, ആ മർക്കടൻ അമ്മാവനിപ്പോ എവിടെയുണ്ട്? അയാളെ വീട്ടിലെങ്ങാനും കാണുന്നത് വേറെ ആര് കേട്ടാൻ? ആരാടാ നിന്റെ മാർക്കടൻ? നിനക്ക് മാർഗദർശനം ഉണ്ടാക്കുന്ന ഈ ചെമ്മേനോ ഞാനാണോ? പറയടാ. അല്ല അമ്മാവ, അതെ ഞാൻ വേറെ അമ്മാവൻ, ഇന്ദുലേഖയുടെ ചന്തുമേനോൻ. ഇന്ദുലേഖയുടെ ചാട്ടിയിടാ പോടാ. വെറുതെ അല്ല പൊക്കം വയ്ക്കാത്തത്. എന്താ നീരുള്ള ഭാഗത്ത് 3 നേരം പുരട്ടി ചൂടുവെള്ളത്തിൽ കഴുകി കളയുക. കഴുകി കളയാനെ പിന്നെന്തിനാ പോരട്ടണേ? അങ്ങോട്ട് പറയണത് കേട്ടാ മതി. വെറുതെ അല്ല ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കിട്ടണത്.
ഇനി അടി മേടിച്ച് ഇങ്ങോട്ട് വരണ്ട പോയിക്കോ. ആ വായിലെ നാവ്. ആ അടുത്ത ആള് വരൂ. മരുന്നെങ്ങാനും മാറിപ്പോയി എന്തെങ്കിലും സംഭവിച്ചാലേ ജയിലിൽ പോയേണ്ടി വരും. ഓ ഡോക്ടറും കമ്പൗണ്ടറും വന്നില്ല എന്ന് വെച്ച് ഡിസ്പെൻസറി അടച്ചിടാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ തന്നെ കൈകാര്യം ചെയ്യാന്ന് വെച്ചു. പിന്നെ ആയുർവേദ മരുന്നൊന്നും മാറിപ്പോയെന്ന് വെച്ച് ആരും ചത്തൊന്നും പോവില്ല. ഡോക്ടർ വന്നില്ലേ? വരാറായിട്ടുണ്ട്. അല്ല ഞാൻ ഓർക്ക എന്തൊരു ചങ്കൂറ്റാ നിനക്ക്. ആ സുനിത കുഞ്ഞിനെ കേറി പ്രേമിച്ചിട്ട് മാധവൻകുട്ടിയുടെ മുമ്പിൽ വരാൻ ഒരു ചമ്മലും ഇല്ലേ? ദേ പിന്നെ എല്ലാം പറഞ്ഞൊപ്പിച്ചത് ഞാനാ, അത് ഓർമ്മ വേണം. ആ ഇരിക്കിരിക്കെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എപ്പോ വന്നു? ഞാനൊരു 8:55 വന്നപ്പോ. രവീന്ദ്രൻ എപ്പോ വന്നു? ഞാൻ ഇതുവഴി പോയപ്പോ ഒന്ന് കയറിയതാ. ആ രവീന്ദ്രൻ ഇരിക്കെ, ഞാൻ ഈ പേഷ്യൻസിനെ ഒന്ന് നോക്കട്ടെ. ചേട്ടാ ഓരോരുത്തർ വിളിക്കേ. അല്ല ഇതാരും ശോഭേച്ചിയോ? വരൂ വരൂ. എന്താ ഇങ്ങോട്ടൊക്കെ? ഞാൻ ഡോക്ടർ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. ആരാ മോളെ ഇത്? ഇത് ചേട്ടന്റെ ഒരു പേഷ്യന്റ് അമ്മേ, ശോഭ എന്നാ പേര്. ഡോക്ടറെ കാണലും ചികിത്സയൊക്കെ ആശുപത്രിയിലും പന്തുകളി മൈതാനത്ത് മതി, ഇവിടെ ഒന്നും വേണ്ട കേട്ടോ. എന്താ ഏട്ടാ ഇത്? എന്തെങ്കിലും അത്യാവശ്യമായിട്ട് അവനെ കാണാൻ വന്നതായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരൂ. നീ ബോഡി അവിടെ നിനക്കെന്തറിയാം? എന്താ കാര്യമൊന്നും നിന്റെ ശ്രീമന്തപുത്രനെ വിളിച്ച് ചോദിക്കാം, അവൻ പറയാം അത്യാവശ്യം എന്താന്ന്. മാധവൻകുട്ടി ഒന്നിഞ്ഞു വന്നേ. എന്താമ്മേ? എന്തിനാണ് എന്നെ വിളിച്ചത്? ഏതായി പെൺകുട്ടി? നീ അറിയില്ലേ? നിന്റെ പേഷ്യന്റ് ആണെന്നാണല്ലോ പറഞ്ഞത്. എന്റെ പേഷ്യന്റോ? ഇങ്ങനൊരു പേഷ്യന്റിനെ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടില്ല. ഇങ്ങനൊരു പെൺകുട്ടി എന്റെ ലൈഫിൽ കണ്ടതായിട്ട് പോലും ഞാൻ ഓർക്കുന്നില്ല. അല്ലേ? എടാ ആലുവ ശിവരാത്രി മണപ്പുറത്ത് വെച്ചെങ്കിലും കണ്ടതായിട്ട് ഓർക്കണ്ടോന്നൊന്ന് ആലോചിച്ചു. സാർ എത്ര പെട്ടെന്ന് എന്നെ മറന്നുപോയോ? ഇന്നലെ ഡിസ്പെൻസറിയിൽ വെച്ച് കണ്ടപ്പോ സാറല്ലേ പറഞ്ഞത് സാർ ഇന്ന് തിരുവനന്തപുരത്ത് പോകുന്നുണ്ടെന്നു? എനിക്കൊരു ലിഫ്റ്റ് തരാമെന്നു. ഏത് തിരുവനന്തപുരം? എവിടത്തെ തിരുവനന്തപുരം? കുട്ടി എന്തായി പറയുന്നത്? മതിയാക്കടാ നിന്റെ പൊട്ടംകളി. ഭാഗീരഥി, നിന്റെ മരുമോളായിട്ട് വരാൻ പോകുന്ന പെണ്ണാ ഇത്. എടാ നീ എന്നെ കൊരങ്ങളിപ്പിക്കായിരുന്നു അല്ലേ? ഏതായാലും നിന്റെ സെലക്ഷൻ കൊള്ളാൻ കേട്ടോ. മോളിഞ്ഞു വാ, വെച്ചിട്ടുണ്ട് നിനക്ക് ഞാൻ. എങ്ങനെ സംഭവിച്ചു എനിക്കറിയില്ല, സത്യമായിട്ട് എനിക്കറിയില്ല. വേണ്ട, വല്ല 500,000 ആയിരുന്നെങ്കിൽ ഞാൻ കണ്ടില്ലെന്ന് നടിച്ചേനെ. ഇത് രൂപ 50,000. 50,000 പോട്ടെന്ന് വെക്കാൻ എന്നെ കൊണ്ടാവില്ല. സത്യമായിട്ട് രൂപ ഞാൻ എടുത്തിട്ടില്ല സാർ. Then how it happened? താൻ എടുത്താലും ശരി ഇല്ലെങ്കിലും ശരി നഷ്ടപ്പെട്ടു പോയ രൂപയ്ക്ക് യു ഹാവ് ടു ആൻസർ. ഇനി എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പോലീസിനോട് പറഞ്ഞാൽ മതി. സാർ രൂപ ഞാൻ എടുത്തിട്ടില്ല സാർ, പ്ലീസ് പ്ലീസ്. ഞാനൊരു ഫൂളല്ല എന്ന് തനിക്കറിയാമല്ലോ. 50,000 രൂപ പോയിട്ടും തനിക്കെതിരെ ഒരു ലീഗൽ ആക്ഷനും എടുക്കാത്തത് ആ നഷ്ടത്തിന് കാരണം താനായതുകൊണ്ട് മാത്രമാണ്. പിന്നെ സ്റ്റാമ്പ് പേപ്പർ ഒപ്പിട്ട് വാങ്ങിച്ചത് ഒരു ഫോർമാലിറ്റി. ഇരിക്കെ. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. തനിക്കും എനിക്കും ഇപ്പൊ ടെൻഷനാ. എനിക്ക് രൂപ പോയല്ലോ എന്ന ടെൻഷൻ, തനിക്കത് കളഞ്ഞല്ലോ എന്ന ടെൻഷൻ. നമുക്ക് 2 ദിവസം ഇവിടെ നിന്ന് മാറി നിന്നാലും അല്ല ഊട്ടിയിലോ മറ്റോ പോ. സോറി സാർ, ഞാൻ വരില്ല. അറുത്തു മുറിച്ചുള്ളൊരു മറുപടി കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒന്ന് ആലോചിക്കുന്നത് നല്ലതാ. എനിക്ക് കാര്യത്തിൽ ആലോചിക്കാനില്ല, ഞാൻ എങ്ങും വരില്ല. Wait. ഒരു റീതിങ്കിങ് കൊണ്ട് ഗുണമല്ലാതെ ദോഷമൊന്നും ഉണ്ടാവില്ല. തുടരു തന്നെ. തൊട്ടുകൂടായ്മയുടെ കാലമൊക്കെ എന്നേ പോയടി പെണ്ണേ. നീ ആരാടി ഭൂലോക രംഭയോ? രൂപ 50,000 നഷ്ടപ്പെട്ടത്. നീ ഒപ്പിട്ട് വന്ന് സ്റ്റാമ്പ് പേപ്പർ അവിടെ ഇരിപ്പുണ്ട്, അത് മറക്കണ്ട.
ആ പേര് പറഞ്ഞ് താൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ അത് നടക്കില്ല. തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ. നീ എങ്ങോട്ടാ? ഞാൻ അവിടെ മരുന്ന് പോയിട്ട് വരാം. എന്ത് കാര്യത്തിന്? നമുക്ക് നാളെ തന്നെ പോലീസിൽ ഒരു കടലാസ് കൊടുക്കാം. കോടതി നിയമമൊക്കെ ഉണ്ടല്ലോ നാട്ടില്. പോലീസിലും കോടതിയിലൊക്കെ പോയാൽ അതിന്റെ നാണക്കേട് നമുക്ക് തന്നെ. ഞാൻ അവനെ ഒന്ന് കാണട്ടെ. ഡോക്ടറോ? എങ്ങനാ? സ്മോളോ ലാർജോ? സ്മോളിനും ലാർജിനും വേണ്ടി ഒന്നൊന്നുമല്ല. സുനിതയുടെ രാജിയാ. ഊട്ടിയിലും കൊടൈക്കനാലിലും തന്റെ കൂടെ സുഖവാസിന് ചുറ്റിക്കറങ്ങാനേ വേറെ ആളെ നോക്കണം. എന്റെ പെങ്ങളെ കിട്ടത്തില്ല. ജോലി തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എന്റെ സ്റ്റാഫുകൾക്ക് എപ്പോഴും ഉണ്ട്. രാജി സ്വീകരിച്ചിരിക്കുന്നു. ഭീഷണിപ്പെടുത്തി താൻ അവളോട് എഴുതി വാങ്ങിയ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, അത് കിടക്ക്. സോറി മിസ്റ്റർ മാധവൻകുട്ടി, ഐ ഹാവ് എ ലോസ് ഓഫ് റുപ്പീസ് 50,000. ക്യാൻ യു ഗീവ് ഇറ്റ്? 50,000 പണം ഒരു ചില്ലി കാശ് കിട്ടില്ല. എനിക്കങ്ങനെ എഴുതള്ളാൻ പറ്റില്ലല്ലോ. സോ ഐ എം ഗോയിങ് ടു ടേക്ക് ലീഗൽ സ്റ്റെപ്സ്. മോനെ, നീ തന്നെ പൈസ എടുത്ത് മാറ്റിയിട്ട് എന്റെ പെങ്ങളെ വീട്ടാമെന്ന് കരുതിയില്ല. എടുക്കണ സ്റ്റേറ്റ്മെന്റ്. തന്നില്ല നീ എന്തിനാ പട്ടി? ഞാൻ ആരെയും കൊന്നിട്ടില്ല. എന്നിട്ടും നിയമത്തിന്റെ മുമ്പിൽ ഞാൻ കുറ്റവാളിയായി. അപ്പൊ തന്നെ വീടിനകത്തൊക്കെ കയറി നോക്കിയിരുന്നെങ്കിൽ വെടിവെച്ചവനെ പിടിക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്നും തോന്നിയില്ല. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിക്രമാദിത്യൻ കഥകളും യക്ഷിക്കഥകളും വായിക്കുമ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു എക്സലേഷനാണ് ഇയാളുടെ കഥയ്ക്കും. സൂപ്പർ ഹിയർ. ഡേറ്റ് കൺഫേംഡ് ആണ്. 6th. അതെ, 6ാം തീയതി തിങ്കളാഴ്ച. ടൈം യൂഷ്വൽ ടൈം 5:30 മോർണിംഗ്. ഓക്കെ. സാർ, മനഃപൂർവ്വം പറയാതിരുന്നതാണ്. മമ്മാലിയുടെ ദയാഹർജി തള്ളി 6ാം തീയതി കാലത്ത് തൂക്കിലേറ്റു. പാപ്പച്ചൻ ചേട്ടാ, സുഖല്ലേ മാധവൻകുട്ടി നിനക്ക്? ആ, പരമസുഖം. തോന്നുമ്പോ ഉറങ്ങാം, തോന്നുമ്പോ ഉണരാം. ഒന്നിനെ കുറിച്ചും വെറിയിടാവണ്ട. വിധിയാണെന്ന് കരുതി ആശ്വസിക്കാൻ മനസ്സിനെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ വീട്ടിലെ കാര്യങ്ങൾ ഓർക്കുമ്പോഴാണ്. അമ്മയ്ക്കിപ്പോ കിടപ്പ് തന്നെ. കണ്ണീര് തോർന്ന സമയം ചുരുക്ക. ഞാൻ ഇങ്ങോട്ട് പോരുന്നു അറിഞ്ഞപ്പോ തൊട്ട് ഒരേ വാശി, ഇങ്ങോട്ട് പോരണമെന്ന്. വേണ്ട, അമ്മയെ കൊണ്ടുവരണ്ട. ഈ
നിലയിൽ അമ്മ എന്നെ കണ്ട എനിക്ക് പിടിച്ചെടുക്കാനാവില്ല. സുനിതയ്ക്കും സുതയ്ക്കും പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അവരോട് പറയണം ഏട്ടൻ നമ്മുടെ സുഖമാണെന്ന്, ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന്. ശാപം കിട്ടിയ ഒരു ജന്മം എന്റേത്. കാത്തിരുന്ന് ജീവിതം തുലക്കരുന്ന് ശോഭയോട് പറയണം. അവളെങ്കിലും രക്ഷപ്പെടുത്തേ. നിന്നെ കാണാൻ വരണമെന്നും പറഞ്ഞിരിക്കുക ആ കുട്ടി. വേണ്ട, അവളിങ്ങോട്ട് വരരുത്. ഈ നിലയിൽ ഞങ്ങളുടെ നമ്പിക്കൾ. മാധവൻകുട്ടി ഇപ്പൊ എന്തിനാ അതൊക്കെ ഓർക്കണേ? സുനിതയുടെ കല്യാണം നടക്കില്ല വാപ്പച്ച. അവൻ അവന്റെ വീട്ടുകാർ വേറെ കല്യാണം ഉറപ്പിച്ചു. എല്ലാം പറഞ്ഞുറപ്പിച്ചതല്ലേ, എന്നിട്ട് അവനെന്താ വാക്കു മാറുന്നത്? വാക്കല്ലേ മാറ്റാൻ പറ്റുമോ വാപ്പച്ച? കയ്യും കാലും ഒരു മാറ്റാൻ പറ്റുമോ? ഒരു കൊലയാളിയുടെ പെങ്ങളെ കെട്ടേണ്ട ഗതികേട് അവിടെ ഇല്ലാന്നാ പറയണത്. അമ്മാവ രവീന്ദ്രൻ നേരിൽ കണ്ടോ? കണ്ടു. അവന്റെ തന്ത അവനോട് ഇന്ന് നീ മുള്ളരുത് മോനെ എന്ന് പറഞ്ഞാൽ മുള്ളില്ല. അവന്റെ തന്ത പറഞ്ഞിട്ടാണോ അവൻ സുനിതയെ പ്രേമിച്ചത്? ഇതൊക്കെ എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം പാപ്പച്ച? ശരിയാ, ഞാൻ അവനോട് ചോദിക്കാം. എന്റെ അച്ഛനെ ധിക്കരിച്ചുകൊണ്ട് സുനിതയെ വിവാഹം കഴിക്കാൻ എനിക്കാവില്ല. അച്ഛൻ? എടാ, എനിക്കും ഉണ്ടടാ അച്ഛനും അമ്മയൊക്കെ. ഒരു പാവം പെണ്ണിന്റെ പുറകെ നടന്ന് പ്രേമിച്ച് കെട്ടാൻ പൂട്ടാന്നൊക്കെ വാക്ക് കൊടുത്ത് അവസാനം കാര് മാറുന്നത് തന്തയില്ലായ്മയാണ്. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, തനിക്ക് എന്താ ഈ കാര്യത്തിൽ ഇത്ര താല്പര്യം? താനാരാ, അവളുടെ ഗാഡിയനോ? എടാ അവിഞ്ഞ നായരെ, പണ്ട് നിനക്ക് പ്രേമപ്പനി തുടങ്ങിയ കാലത്ത് ഈ ബന്ധം ഒന്ന് ഊട്ടി ഉറപ്പിക്കാനായിട്ട് നീ എന്റെ പുറകെ തേരാപ്പാര നടന്നത് നിനക്ക് ഓർമ്മയില്ലേ? അതെല്ലാം ശരിയാ. എന്ന് വിചാരിച്ച് ഒരു കൊലയാളിയുടെ പെങ്ങളെ കെട്ടണമെന്നാണോ താൻ പറയുന്നത്? എടാ പട്ടി കഴിവേരുടെ മോനെ, ഇക്കണക്കിന് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് മാധവൻകുട്ടി ജയിലിൽ പോയെങ്കിൽ നീ അവളെ ഉപേക്ഷിക്കുമായിരുന്നില്ലേ? എടാ അരപ്പേ, ആ പെണ്ണ് ഇതിന്റെ പേരിൽ എന്തെങ്കിലും കടുകൈ ചെയ്താൽ നിന്നെ വെട്ടിക്കീറി ജയിലിൽ പോവാൻ ഞാൻ മടിക്കില്ല. പറയണത് കേൾക്കൂ. കരഞ്ഞ് ബഹളം വെച്ച് ഇനി അമ്മയെ കൂടി അറിയിക്കണ്ട. മനസ്സാകെ തകർന്നിരിക്കുന്ന സമയാ. ഇനി ഇതും കൂടി അറിഞ്ഞ കൂടപ്പറപ്പിന്റെ കൊലയ്ക്ക് കൊടുത്ത ജാതകമായിരുന്നത്. വേണ്ട, ഒന്നും ആശിക്കാൻ. നീ വിഷമിക്കണ്ട, ഞാൻ രവീന്ദ്രനെ കണ്ട് ഒന്നുകൂടെ സംസാരിക്കാം. വേണ്ട, എനിക്ക് വേണ്ടി ഇനി ആരും ബുദ്ധിമുട്ടുണ്ട്. രവിയേട്ടൻ വേറെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അല്ലേ? പാപ്പച്ചൻ ചേട്ടാ, നാളെ ചേട്ടന്റെ പിറന്നാളാണ്. ഇനിയൊരു പിറന്നാളിന് കൂടി ചേട്ടൻ ഈ ഭൂമിയിൽ ഉണ്ടാവുമെന്ന് എത്ര പറഞ്ഞിട്ടും മനസ്സ് വിശ്വസിക്കുന്നില്ല. എനിക്ക് ചേട്ടനെ ഒന്ന് കാണണമെന്നുണ്ട്. എന്തിനപ്പം ഇങ്ങോട്ട് വന്ന് പലരും ഞാൻ അറിയിച്ചിരുന്നല്ലേ? എനിക്കൊന്ന് കാണണം തോന്നി. സുഖം തന്നെയല്ലേ? എന്റെ സുഖാണല്ലോ ഞാൻ ഈ കാണുന്നത്. എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ കാത്തിരിപ്പ് അവസാനിപ്പിക്കണം. നീ ഒരു വിവാഹം കഴിക്കണം. മാധവേട്ടാ, ഒന്നും മറക്കാനാവില്ലെന്ന് എനിക്കറിയാം, പക്ഷെ മറന്നേ പറ്റൂ. ഇല്ല, ഒരിക്കലും മറക്കാനാവില്ല. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് മാധവേട്ടനോടുകൂടി മാത്രമായിരിക്കും. എന്തായി പറയുന്നത്? വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്നൊരു പ്രതിയാണ് ഞാൻ. ഇങ്ങനെ പറയൂന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. എന്റെ മനസ്സിന് സമാധാനം കിട്ടാൻ നിനക്കിനി ഇത് മാത്രമേ ചെയ്യാനാവൂ. എല്ലാ നന്മകളും നിനക്കുണ്ടാവും. ഓർമ്മയിൽ പോലും എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ മാധവേട്ടൻ എങ്ങനെ കഴിയുന്നു? ഞാൻ പറയുന്നു, ഒന്ന് കേൾക്കുക. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ശോഭേ, ആശ്വസിപ്പിക്കുന്നതിൽ അർത്ഥമില്ലെന്നറിയാം. എന്നാലും വിധിയെന്ന് കരുതി സമാധാനിക്കുക. ഇത്തിരി പ്രാർത്ഥനയും
ദൈവവിചാരം ഉണ്ടെങ്കിൽ മനസ്സിനൊരു ധൈര്യം കിട്ടും. നിനക്ക് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പറയാം. നിയമത്തിന്റെ പരിധിക്കുള്ളിലുള്ള എന്ത് വേണമെങ്കിലും നിനക്ക് ആവശ്യപ്പെടാം. എന്താ വേണ്ടതെന്ന് പറയും മമാലി. എന്റെ ഗതിയും ഇത് തന്നെ ആവൂ സാർ. എന്ത് ഭ്രാന്താ താനീ പറയുന്നത്? അരുതാത്ത ഒന്നും സംഭവിക്കില്ല. താൻ ധൈര്യമായിട്ടിരിക്കെ. ഓപ്പൺ. വരൂ. മാതാകുട്ടി മമ്മായിലെ ചെന്നൊന്ന് കാണും. അയാൾക്ക് ഇത്രയെങ്കിലും മനസ്സമാധാനം കിട്ടുമെങ്കിൽ. മമ്മാലേ, ഞാൻ പോവാ സാറേ. എല്ലാരും എന്നെ ശപിക്കും. എന്റെ ഉമ്മയും എന്റെ മോളും ഇത്തിരി സ്നേഹം പോലും ഞാൻ അവർക്ക് കൊടുത്തിട്ടില്ല. ഇല്ല മമ്മാലി, മമ്മാലി ആരും ശപിക്കില്ല. ഈ ലോകത്തുള്ള ആരും ശപിക്കില്ല. ഇല്ല സാറേ, ശപിക്കും. ഞാൻ ദുഷ്ടനാ. മമ്മാലി, മമ്മാലി എന്തായി കാണിക്കുന്നത്? സാറേ, നാളെ എന്റെ ഉമ്മ വരും. ഉമ്മ വരുമ്പോ ഡോക്ടർ സാർ അവരോട് പറയണം ഉമ്മയുടെ മോനൊരു പാവമായിരുന്നെന്ന്. എന്റെ മോളോട് സാറ് പറയണം പാപ്പക്കോളെ ഇഷ്ടായിരുന്നെന്ന്. ഒത്തിരി ഇഷ്ടായിരുന്നെന്ന്. പറയാം, ഞാൻ പറയാം. ഈ രാത്രി കഴിഞ്ഞാ പിന്നെ ഈ രാത്രിയിനേക്കാൾ ഇരുട്ടുള്ള ലോകത്തിലേക്ക് ഞാൻ ഒറ്റയ്ക്ക്. മമ്മാലി, എന്റെ തെറ്റ് പടച്ചവനെങ്കിലും ഓർക്കോ ഡോക്ടറെ? തന്നാരാണ് എണീറ്റേ? മണി 12 അടിക്കുന്നു. ഇനി 5.5 മണിക്കൂറുണ്ട് മമ്മാലിക്ക്. എനിക്ക് ഒത്തിട്ട് ഉറക്കം വരുന്നില്ല. ഞങ്ങൾക്കും പറ്റുന്നില്ല റപ്പായി ചേട്ടാ. കുറച്ചു കഴിഞ്ഞ് ഒരാളെ തൂക്കിക്കൊല്ലുന്ന അറിഞ്ഞാൽ എങ്ങനെ ഉറങ്ങാൻ പറ്റും? എന്റെ കർത്താവേ, എനിക്കെന്റെ മോളെ ഉമ്മേനെ ഒന്ന് കാണണം. സമയം കഴിഞ്ഞു പോയല്ലോ മമ്മാലി. എന്നെ കൊല്ലുന്നതിന് മുമ്പ് എന്റെ മോളെ ഉമ്മേനെ ഞാൻ ഒന്ന് കണ്ടോട്ടെ സാർ.
മൂത്തുമ്മ എന്തിനാ കരയണേ? ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. മൂത്തുമ്മ ബാബായിനെ ഇന്നെങ്കിലും എനിക്ക് കാണാൻ പറ്റോ? കാണാം മോളെ, എന്റെ മോക്കെന്ന് ബാബാനെ കണ്ണു നിറച്ച് കാണാം. മൂത്തുമ്മ എന്നെ കണ്ട ബാബ ദേഷ്യപ്പെടുവോ? ഇല്ല മോളെ, ഇനി ബാബ ഒരിക്കലും ദേഷ്യപ്പെടില്ല. മോളാണല്ലേ? അതെ, പാപ്പ വരുമ്പോ കൊടുക്കാൻ ഓറഞ്ച് ആയിട്ട് നിൽക്കാണ്. അല്ല, എന്റെ പൊന്നു മോനെ, എന്റെ പൊന്നു മോനെ, എന്റെ മോനെ, തിരിച്ചു പോയല്ലോ മോനെ, എന്റെ മോനെ, മോനെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഡോക്ടർ ആകെ പേടിച്ച മട്ടുണ്ടല്ലോ. സർ, എന്താ? എന്റെ ദയാഹർജി നിരസിക്കൂ സർ. അതിപ്പോ എന്താ ഞാൻ പറയാ, ഒക്കെ ഒരു യോഗമല്ലേ. മമ്മാന്റെ കാര്യത്തിൽ തന്നെ എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തായി? പോയില്ലേ. എന്ന് വെച്ച് ഡോക്ടറുടെ കേസിൽ അങ്ങനെ സംഭവിക്കണമെന്നില്ലല്ലോ. എല്ലാം ശരിയാവും ഡോക്ടറെ. ഗുഡ് മോർണിംഗ് സാർ. ആ, ആരാത് റബ്ബായിയോ? പാന്റും ഷർട്ടൊക്കെ ഇട്ട് കുട്ടപ്പനായിട്ടാണല്ലോ. എന്റെ തൊഴിലിന് ഈ ഡ്രസ്സിലേക്ക് പറ്റില്ല സാറ്. മാനിനെന്ന് തോന്നിയാലല്ലേ ആൾക്കാർക്ക് സംശയമില്ലാണ്ടിരിക്കുള്ളൂ. ആ തക്കം നോക്കിയല്ലേ നമ്മള്. മനസ്സിലായി മനസ്സിലായി. ഇതിപ്പോ എന്നാ റിട്ടേൺ? എന്താണാവോ, ഇവിടുന്ന് അങ്ങോട്ട് മുഴുവനായി വിട്ടുപോവാൻ മനസ്സ് വരണില്ല. എന്തായാലും കുറച്ചു നാൾ ഇവിടെ നിന്ന് മാറി നിൽക്കണം. മമ്മാരിയുടെ മുഖം മനസ്സിൽ നിന്ന് മറക്കാൻ. ഞാൻ പോവാ ഡോക്ടർ, എന്റെ ശിക്ഷ കഴിഞ്ഞു. ഇനിയും തിരിച്ചു വരുമ്പോ ഇവിടെ കാണുമല്ലോ. കർത്താവ് അതിനുള്ള വഴി കാണിച്ചു തരും. ദയാഹർജി അനുഭവിച്ചു കിട്ടാതിരിക്കില്ല, എനിക്ക് ഉറപ്പാ. എന്താ പാപ്പസിനോട് വല്ലായിരിക്കുന്നത്? അമ്മയ്ക്ക് എന്തെങ്കിലും? അമ്മയ്ക്കൊന്നുമില്ല. പിന്നെ അത് നീ വിഷമിക്കരുത്, അത്ര ഗുരുതരമൊന്നുമല്ല. സുനിത ഒരു പോക്കണം കേട് കാണിച്ചു, എന്തോ ഗുളിക വിഴുങ്ങി. തക്ക സമയത്ത് തന്നെ കണ്ടതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ബുദ്ധിമോശം എന്നല്ലാണ്ട് എന്താ പറയാ. ആ രവീന്ദ്രന് വേറെ കല്യാണം ഉറപ്പിച്ചു എന്ന് വെച്ച് ഇവൾക്ക് ഇത് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ഇത്തിരി പോന്ന മനസ്സാവളുടേത്. അവൾ കൂടി എന്തെങ്കിലും സംഭവിച്ച അമ്മ ചങ്ക കൊണ്ടേ മരിക്കും. താനിങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? വരുന്നത് പോലെ വരട്ടെന്ന് വിചാരിക്കുക, അല്ല എന്താ? സാർ, എന്നെ ഒന്ന് സഹായിക്കൂ സാർ. ഒരു ദിവസത്തേക്കെങ്കിലും എന്നെ ഒന്ന് പുറത്തുവിടാമോ? തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരു ജയിൽ പുള്ളിയെ സൂപ്രണ്ടിന്റെ ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ നിയമവിരുദ്ധ. പിന്നെ തന്നെ ഞാൻ ഇങ്ങോട്ട് വരുത്തുന്നത് തിരുമാൻ വേണ്ടി മാത്രമല്ല, ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ, അതിൽ നിന്നുള്ള ഒരു റിലീഫ്, അത് ആവുന്നിടത്തോളം കാലം തന്നെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഏതായാലും ഇന്നിന് തിരുമലും പിടിച്ചിട്ടൊന്നും വേണ്ട, താൻ റിലാക്സ് ആവുക. വേണ്ട സാർ, ഇന്നും കൂടി കഴിഞ്ഞാ ഈ തിരുമല്ലൊരു കോഴ്സ് പൂർത്തിയാവുക. അത് മുടക്കണ്ട. ആണോ? അത് നീ വിഷമിക്കരുത്, അത്ര ഗുരുതരമൊന്നുമല്ല. സുനിത ഒരു പോക്കണം കേട് കാണിച്ചു, എന്തോ ഗുളിക വിഴുങ്ങി.
മാധവൻകുട്ടി, സാർ, ഇന്ന് ഇത്ര മതി. താൻ ഇന്ന് വല്ലാത്തൊരവസ്ഥയില. താൻ കുറച്ച് കഴിഞ്ഞ് പോയാൽ മതി. അന്നമ്മ ഞങ്ങളുടെ റിലേറ്റീവിന്റെ വീട്ടിൽ പോയിരിക്കുക. മോൾ എന്തോ ഷോപ്പിങ്ങിനും. ഐ ആം അലോൺ. ഞാന് ഈ എണ്ണയൊക്കെ ഒന്ന് കഴുകി കളഞ്ഞിട്ട് വരാം. മാധവൻകുട്ടി, മാധവൻകുട്ടി, തുറക്കൂ, കഥ തുറക്കൂ. മാധവൻകുട്ടി, തുറക്കാൻ. ആരാ ഇത് ലോക്ക് ചെയ്തത്? മാധവൻകുട്ടി എവിടെ? മാധവൻകുട്ടി, ഹലോ, മാധവൻകുട്ടി എവിടെ? ആരോ ഇപ്പൊ കാറിൽ അങ്ങോട്ട് പോയത് സാറല്ലേ? ഞാനോ? നീ കണ്ടോ പോണത്? കണ്ടോന്ന്? എന്താ എന്താ? എവിടെ മാധവൻകുട്ടി? മാധവൻകുട്ടിയോ? അവൻ ജയിലില്ല സാറേ. അവൻ ജയിലിൽ അറിഞ്ഞില്ല, അഭിനയിക്കാനോടോ? അവനിവിടെ വന്നിട്ടില്ല. സത്യം പറഞ്ഞോളെ, എവിടെ മാധവൻകുട്ടി? ഗുരുവായൂരപ്പനാണോ സത്യം? സാർ
സാർ ഇപ്പൊ പറഞ്ഞപ്പോഴാ അവൻ ജയിലിൽ ചാടി വിവരം ഞങ്ങൾ അറിയുന്നത്. അവൻ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? സത്യം പറയാൻ നല്ലത്, ഇല്ലെങ്കിൽ ഞാൻ... ചേട്ടൻ ഇവിടെ വന്നിട്ടില്ല സാർ. സത്യമായിട്ടാ ഞാൻ ഇവിടെ ഇല്ല സാർ. ചേട്ടനെ ഞങ്ങൾ കണ്ടിട്ട് ഒത്തിരി നാളായി സാർ. അവൻ ഇവിടെ ഇല്ല സാർ. നോക്കിയേ, അവനെ എവിടെ ഒളിപ്പിച്ചു വെച്ചാൽ ഞാൻ കണ്ടുപിടിക്കും. കൈ കിട്ടിയ അവന്റെ ഒരു ഒറ്റ എല്ല് പോലും ഞാൻ ബാക്കി വെക്കില്ല. കമോൺ. എന്റെ ഗുരുവായൂരപ്പാ. യെസ്, നന്ദകുമാർ ഹിയർ. ശരി. വാറസ്കാട് വരുന്നു, ഓടിക്കോ. ഇതാ സൂപ്രണ്ടിന്റെ കാറാണ്. അവൻ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. കമോൺ. എല്ലാവരും കൂടെ ഒന്നിച്ച് വരണ്ട. രണ്ടുപേരും ആ ഭാഗത്ത് നോക്ക്. നിങ്ങൾ ഇതിലേ പോ. താൻ എന്റെ കൂടെ വാ. കമാ. ഇനി അങ്ങോട്ട് തിക് ഫോറസ്റ്റ് ആണ് സാറേ. സർച്ച് ലൈറ്റ് ഇല്ലാതെ പോകാൻ ബുദ്ധിമുട്ടാണ്. നല്ല തണുപ്പുണ്ടല്ലോടാ രാജപ്പ. ശരിയാണ് ആശാനെ. തണുപ്പ് അറിയാതിരിക്കുന്ന ദിവസം മറ്റവൻ അടിച്ചാൽ മതി. പക്ഷെ ആശാൻ തൊടില്ലല്ലോ. അതെ, സ്വയബോധത്തോടെ വേണം വേട്ടക്കിറങ്ങാൻ. അല്ലെങ്കിൽ പോക്ക് അവനാന്റെ നെഞ്ഞത്തേക്ക് എന്നെ തിരിച്ചു പിടിച്ചേത് വരും. വെടി വയ്ക്കാൻ അറിയാവുന്നവൻ എത്ര അടിച്ചാലും ഉന്നം പഴക്കില്ല. അതൊന്നും നീ പറയണ്ട. ഒരു കാലത്ത് ഞാനും വലിയ വെടിക്കാരൻ തന്നെ ആയിരുന്നു. എന്നാ വെടിയുന്നോ? എടാ, മുക്കത്ത് മൂസാന്ന് കേട്ടാലേ ആ കാണുന്ന മലയിലുള്ള വലിയ വലിയ മൃഗങ്ങളൊക്കെ കിടുകിട വെറുക്കായിരുന്നു. ഒരു ദിവസം ഞാൻ തോക്കേറ്റൊന്ന് വേട്ടക്കിറങ്ങി. കാട്ടിലോ അതോ കടലില്? എടാ, കാട്ടിലല്ലാണ്ട് ഓടാണ്ട മല എന്നാണ് വേട്ടക്കിറങ്ങല്. ഞാൻ തോക്കേറ്റ് മുന്നോട്ട് പോകുമ്പോ ഞാൻ നേരെ മുമ്പിൽ നിൽക്കുന്നു. ആര്? നമ്മുടെ ഈ ആശാനോ? ആശാനല്ലടാ, ഒരു കൊമ്പനാന. കൊമ്പൻ തലയും കുരിക്ക് എന്നെ കൊള്ളങ്ങനെ വരുമ്പം
കൊടുത്ത് ഞാൻ ഒരു പടി അതാ കിടക്കണു. ആനയോ? ആനല്ലടാ, ഞാൻ തന്നെ ചെയ്താനെ. എങ്ങനെ വീണെന്ന് ചോദിക്ക്. എങ്ങനെ വീണ്? സ്റ്റെപ്പ് തെറ്റിപ്പോയി. നിർത്തുന്നുണ്ടോ രണ്ടുപേരും? വാ വിളിച്ച രണ്ടും വീരന്മാരാ. വേട്ടയ്ക്ക് വരുമ്പോഴാ ചളവാടിക്കുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ, വേട്ടക്ക് പോകുമ്പോ സൈലന്റ് ആയിരിക്കണം. അതല്ലോ. അതിച്ചല്ല ആശാനെ. വന്നത് വന്നു. ഇനിയിപ്പൊ അതും ഇതും ആലോചിച്ചിട്ട് എന്താ കാര്യം? നേരെ ഒരുപാടായി. വന്നിടന്ന് ഉറങ്ങാൻ നോക്ക്. നിയമത്തെ മറികടന്നിട്ടാ ഞാൻ അവന് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തത്. എന്നോട് ഈ കള്ളന്മാരെയും കൊലയാളികളെയും കൊണ്ട് ജോലി ചെയ്യിക്കുമ്പോ ഒക്കെ മോള് പറയാറുള്ളതാ, വേണ്ട വേണ്ടാന്ന്. അതുകൊണ്ട് അവർ രക്ഷപ്പെടാൻ സൗകര്യം ചെയ്ത് കൊടുക്കുക വേണ്ടത്. ഓ, എന്റെ പൊന്നുമോക്ക് തൃപ്തിയായല്ലോ അല്ലേ? ഡാഡി തന്നെയല്ലേ എന്നോട് പറഞ്ഞത് ആ ഡോക്ടർ നിരപരാധിയാണെന്ന്. അയാളുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചപ്പോ എനിക്കറിയാം ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന്. അതിനുവേണ്ടി എന്ത് പ്രായശ്ചിത്തം വേണേലും ഞാൻ ചെയ്യാം. ഒന്നല്ല ഞാൻ എടുക്കാം. ഞാൻ ചെയ്തോളാം. ശരി. മുറിവണക്കിയ എളുപ്പം കഴിഞ്ഞോളും. എന്താ പേര്? രാഘവൻ. അപ്പൊ നാടും വീടും ഒക്കെ കുറച്ചകലെയാ. ഇവിടെ എന്തിനു വന്നു? ഒരു ജോലി അന്വേഷിച്ചു വന്ന. അധികം സംസാരിക്കണ്ട. ഈ മരുന്ന് വെച്ചിട്ട് കുറച്ചേരം കിടന്നുറങ്ങിയ വേദന മാറിക്കോളും. ആ, നീ നേരത്തെ എണീറ്റ് ഇങ്ങോട്ട് പോന്നില്ലേ? നേരത്തെയോ? മണി എത്രയെന്നാ വാപ്പേന്റെ വിചാരം? പോരാന്നേരം ഒരു 100 വട്ടം ഞാൻ വിളിച്ചു. അതിനെങ്ങനാണ് മോളെ? ബാപ്പ നേരം വെളുക്കാൻ കാലത്തല്ലേ വന്ന് കിടന്നത്? പിന്നെ നേരം വെളുക്കോളം മലമറിക്കലല്ലേ പണി? ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? അന്റെ ഉമ്മക്കല്ലേ അറിയുള്ളൂ ബാപ്പന്റെ സൂര്യത. കാട്ടാന കാട്ടുപോത്ത്, കരടി പാമ്പ് കാട്ടുപോയി. ഇതൊക്കെ ഒരു കാലത്ത് മുക്കത്ത് മൂസാന്ന് കേട്ട കിട്ടുകിട്ട വർക്കായിരുന്നു. മനസ്സിലായില്ലേ? മതി, രാവിലെ തന്നെ ബാപ്പ ഇങ്ങനെ ഉണ്ടയില്ലാത്ത വെടിവെക്കല്ലേ. ആ, അതുപോട്ടെ. വേലാശാൻ എണീറ്റുണ്ടോ? എഴുന്നേറ്റ് അടുക്കളയിലുണ്ട്. ആ, ഒന്ന് പോയി നോക്കട്ടെ. തന്റെ വീട്ടിൽ വെപ്പും കൂടി ഒന്നും ഇല്ലടോ? ഇല്ലാഞ്ഞിട്ടല്ല, ഉള്ളത് പറയാലോ. ആശാന്റെ കൈ കൊണ്ട് കിട്ടുന്ന ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി ഉണ്ടല്ലോ, പുറമേ ഒരു ഗ്ലാസ് ബദാങ്കേൽ കുടിച്ചാൽ കൂടി ഇത്ര സുഖം കിട്ടൂല. കൊച്ചുളുപ്പാങ്കാലത്ത് കയറി വന്നെ സൂചിപ്പിക്കല്ലേ മൂസ. ആശാന്റെ ഒരു കാര്യം. അതോ, അത് ഒരു മാമൻ. ഒരു മാമൻ. അമ്മുക്കുട്ടി, അത് ഒരു പുത്തം പുതിയ മാമൻ. പുതിയ മാമനോ? ഞാനാ മാമനോട് പിണ്ടിക്കോട്ടെ? പിന്നെന്താ, മോള് ഈ കാപ്പി കൊണ്ടുപോയി ആ മാമന് കൊടുക്ക. ആ, അപ്പൊ ഇഷ്ടം പോലെ വീണ്ടും ചെയ്യാം. അതെ. മോളുടെ പേരെന്താ? മോള് ഇവിടെ? എന്റെ വീടാ ഇത്.
മോന്റെ പേരെന്താ? രാഘവൻ. ഇത് എന്ത് പറ്റിയതാ? അത് മാമനൊന്ന് വീണതാ. ഒത്തിരി ചൊല്ലുന്നു. കുറച്ച്. ആഹാ, നിങ്ങൾ ലോഹിക്കാരായപ്പോഴേക്കും എന്റെ മോടെ മോളാ. അയ്യേ, ആരോരും ഇല്ലാത്തവനാണെന്നുള്ള തോന്നല് മറക്കുന്നത് ഇതിനെ കാണുമ്പോഴാ. എങ്ങനെയുണ്ട് രാഘവ? വേദന കുറവുണ്ടോ? ഉം. എന്നാലേ നിങ്ങൾ ആയുസിന്റെ നിങ്ങളൊന്ന് കൂട്ടിയാ മതി. ആശാന്റെ കാഞ്ചിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട ഒരൊറ്റ ജീവിയുമില്ല. അല്ലേ? കേട്ടില്ലേ? സന്ധ്യയാവുമ്പോഴേക്കും വേദന അല്പം കുറയും. ഇന്ന് തന്നെ പോയാ കൊള്ളാന്നുണ്ട്. എവിടെ പോവാൻ? മുറി ഉണങ്ങാൻ ഇനി 4-5 ദിവസം കൂടെ എടുക്കും. മാത്രമല്ല, ഒരു ജോലി അന്വേഷിച്ചു വന്ന ആളല്ലേ താൻ. എവിടെയെങ്കിലും എന്തെങ്കിലും തരപ്പെടുമോ നോക്കാം. നാട്ടിലുള്ള ഭീകര ജീവികളെക്കാൾ സ്നേഹമുള്ളവരാണ് ഈ കാട്ടിലുള്ളത്. നിങ്ങൾ ഒന്നും പേടിക്കാതെ ഇവിടെ ഇരുന്നോളി. കൊണ്ടുവരും. Take this. ഞാനിവിടെ നിന്നു. പോങ്കിടാനുള്ള വെള്ളം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുതരാം. ഞാൻ കൂടെ വരാം. നടക്കാവോ? നവാ. പോലീസിനല്ലേ? ആരെങ്കിലും തല്ലിക്കൊന്ന് കാട്ടിക്കൊണ്ടിട്ടുണ്ടാവും. എന്തെങ്കിലും ആടുവാ. അല്ല, ഞാനിവിടെ നിന്നോളാം. വെള്ളത്തിലിറങ്ങിയാൽ ചിലപ്പോ കൈ പഴുക്കും. ശരിയാ. അയ്യോ, ചേട്ടന് എന്ത് പറ്റി? വല്ലാതെ കിതക്കുന്നുണ്ടല്ലോ. എടി രമണി, നായ നായിട്ട് ഓടിച്ചോ? പോലീസ് നായ അങ്ങിരിക്കുന്നു. ഇത്രേ ഉള്ളോ? ഞാൻ വിചാരിച്ചു വല്ല പുലി ഇറങ്ങിയിട്ടുണ്ടാവുന്ന. നീ ഡാൻസ് പഠിപ്പിക്കാനും പോണ്ടാ. നായ ചിലപ്പോ ഇവിടെ വരും. ഇവിടെയോ? അതിന് ഇവിടെ ആരെങ്കിലും വല്ല മോഷണോ കൊലപാതകമോ നടത്തിയിട്ടുണ്ടോ? ഇല്ല, ചിലപ്പോ വലിയ പഠിപ്പൊന്നും ഇല്ലാത്ത നായാണെങ്കിലേ ദേവന്റെ വെടികൊണ്ട് രാഘവൻ വടിയായിട്ടുണ്ടാവും. അത് അന്വേഷിക്കാനായിരിക്കും പോലീസ് നായ വന്നിരിക്കുന്നത്. ചേട്ടൻ എന്താ ആലോചിക്കുന്നേ? ഞാൻ പോവാ. എടി, ആരെങ്കിലും വെടിവെച്ചു വന്നാലും പോലീസ് നായ വരുമോ? പിന്നെ തെളിവില്ലാത്ത കേസുകൾക്ക് തുമ്പുണ്ടാക്കാനല്ലേ നായ കൊണ്ടുവരുന്നത്. അത് ശരി. അപ്പൊ എന്നെ ആരെങ്കിലും അന്വേഷിച്ച് വരികയാണെങ്കിൽ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ മതി. വീടല്ലേ മോളെ? ചേച്ചി
ഇവിടെ പുതിയൊരു മാമൻ വന്നിട്ടുണ്ട്. മാമനോ? ആ വാ കാണിച്ചു തരാം. മാമ, ഈ ചേച്ചി അറിയോ? ഈ ചേച്ചിയാ എന്നെ ഡാൻസ് പഠിപ്പിക്കുന്നത്. നന്നായിട്ട് ഡാൻസ് അറിയാം. ഇത് നമ്മുടെ രായപ്പന്റെ പെങ്ങളാ. ഇവളാണ് ഈ ചുറ്റുപാടുള്ള കുട്ടികളൊക്കെ ഡാൻസും പാട്ടും ഒക്കെ പഠിപ്പിക്കുന്നത്. അയ്യോ, പാട്ടൊന്നും എനിക്കറിയില്ല. ഈ ഡാൻസിന്റെ കൂടെ നിനക്ക് ഗമയ്ക്ക് ഒരു പാട്ടും കൂടി ഇരുന്നോട്ടെന്ന് വിചാരിച്ചല്ലേ? എന്ത് രാജപ്പനെ പുറത്തൊന്നും കണ്ടില്ലല്ലോ? എന്താ ആരെയോ കണ്ടുപിടിക്കാൻ പോലീസ് നായ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് പേടിച്ച് വീട്ടിൽ തന്നെ കുത്തിയിരിപ്പാ. ഇങ്ങനൊരു പേടിത്തൊണ്ട്. ആ ഈ സമയം കളണ്ട, നിങ്ങൾ പയ്യെ നിങ്ങളുടെ തെയ്യത്താങ്കളി തുടങ്ങിക്കും. അവളെ ചെല്ല് ചെല്ല്. തെയ്യാ തെയ്, 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 തെയ്യാ തെയ്. ഏയ്
എന്തരാ ഇത്ര ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഞാനേ കട വരെ ഒന്ന് പോവാ. തനിക്കൊല്ലം വാങ്ങാനുണ്ടോ? ഒന്നും വേണ്ട. പറയാൻ പഠിക്കണ്ട. വേണ്ട എന്ന് വെച്ചാൽ വാങ്ങിച്ചോണ്ട് വരാം. അല്ല വീഡിയോസ് കേട്ടോ. ഞാൻ വലിക്കാറില്ല. വലിക്കാറില്ല? അത് ശരി. എന്നാ ഞാൻ പുറത്തേക്കൊന്ന് പോയിട്ട് വരേ. വേലേശൻ അറിഞ്ഞോ? ജയിലിൽ കിടന്നൊരു തടവുപള്ളി ജയിൽ ചാടി നമ്മുടെ ഈ കാടിനകത്ത് എവിടെ ഒളിച്ചിരിപ്പുണ്ടെന്ന്? ആര് പറഞ്ഞു? ദേ ഈ പത്രത്തിലുണ്ട്. വധശിക്ഷയ്ക്ക് വിധിച്ച പ്രതി തടവ് ചാടി. ഇതിനകത്തുണ്ട് സാറേ, അകത്തുണ്ട്. മാധവൻകുട്ടി, ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് കീഴടങ്ങുന്നതാണ് നിനക്ക് നല്ലത്. 10 വരെ എണ്ണുന്നതിന് മുമ്പ് പുറത്തേക്ക് വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഫയർ ചെയ്യേണ്ടി വരും. 1 2 3 4 5 6 7 8 9 10. രാഘവാ, ഇത് കുറച്ച് ഡ്രസ്സാ. ഈ ഇട്ടിരിക്കുന്നെല്ലാം മാറി കൊടുക്കാൻ വേറൊന്നുമില്ലല്ലോ. ഞാൻ കാരണം ബുദ്ധിമുട്ടായില്ലേ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. നാടും വീടും വിട്ട് ഒറ്റപ്പെടുമ്പോഴുള്ള അവസ്ഥ നന്നായിട്ട് അറിയുന്നവനാ ഞാൻ. താനെന്താ വല്ലാതിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. കുറെ നേരം കിടന്ന് ഉറങ്ങിയോണ്ട് തോന്നുക. എല്ലായിടത്തും പോലീസാ. ഏതോ ഒരുത്തൻ ജയിലിൽ ചാടിയെന്നും പറഞ്ഞ് മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. ആ എന്തൊക്കെയാ സാറന്മാരെ, വായിരിക്കെ. എന്താ ഈ വഴിയൊക്കെ? എന്തു പറയാനാ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. ഒരു കഴിവടമോൻ ജയിലിൽ ചാടിക്കൊണ്ടെന്നും പറഞ്ഞ് മറ്റുള്ളവരുടെ ചാടിക്കുക എസ് ഐ സാറ്. ഇവിടെ ഉണ്ടോ നോക്കാൻ വന്നതാ? ഏയ്, കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്നാണല്ലോ. ഞങ്ങൾ എല്ലായിടത്തും ഒന്ന് കറങ്ങി നോക്കാൻ വന്നതാ. വേണേ കയറി നോക്കാൻ കേട്ടോ. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ഈ വഴി പോയപ്പോ ചുമ്മാ ഒന്ന് കയറിയെന്ന് മാത്രം. അവൻ എവിടെ ഒളിച്ചിരുന്നാലും ശരി, ഇന്ന് തന്നെ ഞങ്ങൾ അവനെ പൊക്കിയിരിക്കും. ഈ കാട്ടിൽ എവിടെ ഒളിച്ചിരുന്നാലും ഞങ്ങൾ അവനെ തപ്പിയെടുക്കില്ലേ?
ഞാനും എന്റെ ഭർത്താവും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ തീരുമാനങ്ങൾക്കൊന്നും വിലയുണ്ടാവില്ലല്ലോ. എല്ലാ മോഹങ്ങളും മനസ്സിൽ ഒതുക്കി കഴിയുമ്പോൾ അച്ഛന്റെയും അമ്മയുടെയും നിർബന്ധം ഏറി വന്നു. പിന്നെ ശോഭ മറ്റൊരാളെ വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാൻ ഏറെ ആഗ്രഹിച്ചിരുന്നവനാണ് ഞാൻ. എനിക്ക് സന്തോഷമായി. തടവ് ചാടിയെന്ന് പത്രത്തിൽ കണ്ടു. ജീവിക്കാനുള്ള കൊതി കൊണ്ടല്ല ഞാൻ ജയിലിൽ ചാടിയത്. ഇരട്ട കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെട്ട ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കണം. എന്റെ ഭർത്താവ് നന്ദകുമാർ ഇവിടുത്തെ SI. മാധവേട്ടനെ പിടിക്കാൻ രാപകലില്ലാതെ ഓടി നടക്കുക അദ്ദേഹം. ഏതു സമയവും അദ്ദേഹം വരാം. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം, പ്ലീസ്. ഇപ്പൊ കൊണ്ടുവരാം. ഇന്നെന്താ പതിവില്ലാതെ വെള്ളം തന്നെ സ്വീകരിക്കുന്നത്? വേറൊന്നും തരാൻ ഉദ്ദേശമില്ലേ? ഞാൻ കുടിക്കാൻ എടുത്തതാ, അപ്പോഴാ നന്ദേട്ടൻ വന്നത്. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല, വല്ലാത്ത തലവേദന. എപ്പോഴും വരുന്നുണ്ടല്ലോ നിനക്ക് തലവേദന. വല്ല ഡോക്ടറും കാണണം? വേണ്ട, ഇപ്പൊ അല്പം കുറവുണ്ട്. രണ്ടും നീ തന്നെ പറയുന്നത്. ഞാൻ അല്പം വിക്സ് പരത്തിയിട്ട് വരാം. എന്താ? എന്തു പറ്റി? തലയ്ക്ക് ഒരു മരവിപ്പ് പോലെ. ഇതാ ഞാൻ പറഞ്ഞത് ഡോക്ടറെ കാണണമെന്ന്. വേണ്ട, കുറച്ചേരം കിടന്നാ മാറിക്കോളാം. നിങ്ങൾ എന്ത് പണിയാ കാണിച്ചേ? ഒന്നും മിണ്ടാതെയും പറയാതെയാണ് ഇപ്പൊ വരുന്നത്. അത് മുസഖ, ഞാൻ ഒന്നും പറയണ്ട. കൈയിന്റെ മുറിവ് ശരിക്കും ഉണങ്ങിയിട്ട് പോയാൽ മതി എന്നല്ല ആശാൻ പറഞ്ഞേ. സൂക്ഷിക്കണം സാറേ, കൈ പഴുത്തപ്പില്ല മുറിച്ചിടേണ്ടി വരും. എന്റെ അറുനാക്കോണ്ടൊന്നും പറയാതെ ചെയ്താനെ. നിങ്ങൾ വരി, നമുക്ക് വീട്ടിലേക്ക് പോവാം. നിങ്ങളെ കാണാത്തോണ്ട് അമ്മുമോൾ അവിടെ കിടന്ന് തൊടല് പൊട്ടിക്കുക. തൊടല് പൊട്ടിക്കുക? അമ്മുമോൾ എന്താ ആനയാ? എന്റെ വാപ്പ മുണ്ടിപ്പോവരുത്. നടക്ക്, നിങ്ങൾ വരി. ആശാനെ, നിങ്ങൾ ആളെ ഞങ്ങൾ കയ്യോടെ കൊണ്ടുവന്നിരിക്കുക. എവിടെയെങ്കിലും പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ രാഘവ? മനുഷ്യന്റെ അകവാള് വെട്ടിപ്പോയില്ലേ? കുറെ നേരം ഇതിനകത്തിരുന്ന് ബോറടിച്ചപ്പോ ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. നാട് മുഴുവൻ പോലീസ് ചുറ്റിത്തിരിയ. കാണുന്നവരൊക്കെ പിടിച്ചു തീർത്ത് ജയിലിൽ ചാടിയ പ്രതി എന്തിയെന്നാ ചോദിക്കുന്നത്. നമ്മുടെ ഇരിക്കുക. പ്രതിയെ ശരിക്കും അവർ കൊന്നു കാണും. പിന്നെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി പോലീസുകാര് കാട് മുഴുവൻ കറങ്ങി ഇറക്കുക. രാഘവേട്ട, വെറുതെ പോലീസുകാരെ കയ്യിലൊന്നും ചെന്ന് പെട്ടേക്കരുത്. അടിച്ച് എല്ലാം അടിച്ചിട്ട് രാഘവേട്ടനാണ് ജയിലിൽ ചാടിയെന്ന് അവർ പറയുന്നു. മാമൻ എവിടെ പോയിരുന്നു? മാമനെ കാണാഞ്ഞിട്ട് ഞാൻ ഈ ചേച്ചി എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയാമോ? മാമൻ എങ്ങും പോയില്ല മോളെ. അപ്പൊ ആശാനെ, ഞങ്ങൾ പോണു. ശരി മോളെ, ചേച്ചി പോവാ. അമ്മ മോക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഇവക്കാണെങ്കിൽ താനെന്ന് പറഞ്ഞ ജീവനാ. അത് ഓർത്തെങ്കിൽ ഇങ്ങനൊന്നും ഇറങ്ങി പോകല്ലേ. അമ്മുമോളുടെ അച്ഛനും അമ്മയും രണ്ടുപേരും പോയി. പിന്നെ നാട്ടിലുള്ളതെല്ലാം വിറ്റുവർക്ക് ഞാൻ ഇങ്ങോട്ട് പോന്നു. അപ്പോ ഇവക്ക് ഞാനും എനിക്കിവള് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ചു ദിവസമായിട്ട് ഞങ്ങൾക്ക് താനും. വാ, വല്ലതും കഴിക്കാം. ഇതെന്താ, ഒന്നും കഴിക്കുന്നില്ലേ? വേണ്ട വേണ്ട, കഴിക്കാൻ നിന്നാ വൈകും. 9 മണിക്ക് DIG സ്റ്റേഷനിലെത്തും. പുള്ളിയാണെങ്കിൽ ആളൊരു ചൂടനാ. ഇവിടെ വന്നിട്ട് ഒരു ദിവസമെങ്കിലും മനസമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടോ? ഇപ്പൊ നോക്കിയാലും ഈ തിരക്കും ടെൻഷനും തന്നെ. നന്ദേട്ടാ, നമുക്ക് വേറെ എവിടേക്കെങ്കിലും
ഒരു ട്രാൻസ്ഫർ വാങ്ങിയാലോ? പിന്നെന്താ, എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ട്രാൻസ്ഫർ തരാൻ എന്റെ അമ്മായിയപ്പനല്ലേ ഹോം മിനിസ്റ്റർ. മനുഷ്യരെക്കാൾ കൂടുതൽ മൃഗങ്ങളുള്ള കാട്ടുപ്രദേശത്തല്ലേ താമസം. സ്വഭാവത്തിലും അത് കാണാതിരിക്കില്ല. ഓ അത് ശരി. അപ്പൊ എനിക്ക് മൃഗത്തിന്റെ സ്വഭാവമാണെന്നാണ് നീ പറയുന്നത്? ഏയ്, എന്ന് ഞാൻ പറഞ്ഞില്ല. കുറെ നാളും കൂടി ഇവിടെ കഴിയേണ്ടി വന്നാ എനിക്കും ഈ സ്വഭാവം പകരുമെന്ന് പറഞ്ഞതാ. മനസ്സിലാവുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എന്നെ ഏൽപ്പിക്കുന്ന ജോലികൾ ചെയ്യാൻ ബാധ്യസ്ഥനാണ് ഞാൻ. അതിൽ റിസ്കിന്റെയും ബുദ്ധിമുട്ടിന്റെയും കാര്യം ഞാൻ ആലോചിക്കാറില്ല. ഇപ്പൊ എന്റെ ലക്ഷ്യം മാധവൻകുട്ടിയാണ്. ഏത് പാതാളത്തിൽ ഒളിച്ചാലും ഞാൻ അവനെ പിടിക്കും. ചിലപ്പോ ജീവനോടെ അല്ലെങ്കിൽ. ഉച്ചയ്ക്ക് ഞാൻ വരില്ല, നീ എന്നെ കാത്തിരിക്കണ്ട. ഊണ് കഴിച്ചോളൂ. ആമിന, ഒറ്റയ്ക്ക് നിന്നാണോ തുണി തിരുമുന്നത്? ഒറ്റയ്ക്ക് നിന്നാ വല്ലരും പിടിച്ചോണ്ട് പോവാ. വല്ല കാട്ടുമൃഗങ്ങളും വന്നാൽ ആമിനയ്ക്ക് പേടിയാവൂലേ? എന്നിട്ട് നിങ്ങളെ കണ്ടിട്ട് നമ്മള് പേടിച്ചില്ലല്ലോ. ആമിനയുടെ തമാശ കേൾക്കാൻ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാമോ? അലക്ക നിർത്തിയിട്ട് വേഗം കുളിക്കാൻ നോക്ക്. ആരെങ്കിലും വരുന്നുണ്ടോ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ മര്യാദയ്ക്ക് ഇവിടുന്ന് പോണുണ്ടാ? നമ്മൾ 2 ജാതി ആയതുകൊണ്ടാ ആമിനയ്ക്ക് പേടി. അതൊരു പ്രശ്നമേ ഇല്ല. ഹിന്ദു മുസ്ലിം മത മൈത്രിയുടെ ഒരു മനുഷ്യ ചങ്ങല കൂടെ സൃഷ്ടിക്കും. അയ്യോ, ജാതി മാറുന്ന സ്നേഹിച്ചവര് മോന്ത നായിന്റെ മോൻ ഇനങ്ങാന്റെ മോളെ പിന്നാലാണ് എന്റെ എല്ലാവരും മനസ്സിലാക്കാൻ പോവാൻ പറഞ്ഞപ്പോ പിന്നെ നിൽക്കണം. ഈ കാര്യത്തിൽ മൂസാക്ക ഞങ്ങൾ അനുഗ്രഹിക്കണം. ഇങ്ങനെയൊക്കെ മൂസാക്കെ സഹായിക്കാൻ പറ്റും. കാരണം നായിന്റെ മോളെ ഇനെങ്ങാനും എന്റെ മോളെ പിന്നാലാണെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ അടിക്കാൻ മയ്യത്തി ഞാൻ എടുക്കും കേട്ടോ. കയ്യെന്ന് വിടൂ അമ്മു. മാമ, ഈ ചേച്ചിക്ക് മാമിന്റെ അടുത്ത് പോയ നാണമാ. മാമിന് തരാൻ ഈ ചേച്ചി ഒരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ഒരു ഓയിന്റ്മെന്റാ. ഇത് പുരട്ടിയ മുറിവ് പെട്ടെന്ന് ഉണങ്ങുന്നു പറഞ്ഞപ്പോ അമ്മു പിന്നെ എന്നെ ഇവിടെ നിർത്തിയില്ല. അങ്ങോട്ട് പുരട്ടി കൊടുക്ക ചേച്ചി. മാമിന് കൈ പാടില്ലാത്തതല്ലേ? വേണ്ടമോ, മാമൻ തന്നെ പരട്ടിക്കൊള്ളാം. എന്താ ഇത്? രമണി കൊണ്ട് തന്നതാ. ആഹാ, എന്റെ മരുന്ന് ഫലിക്കുന്നില്ലെന്ന് തോന്നിയോണ്ടാണോ നീ വേറെ മരുന്ന് കൊണ്ട് കൊടുത്തത്? വാ അമ്മു. അവിടെ വേലായുധ പെരുമാൾ വരുന്നു. ആശാനെ. ഓ എന്താ വരെ കുട്ടി? ഒരു മണി ഓർഡർ ഉണ്ട്. തിരിച്ചയച്ചേര്. തിരിച്ചയക്കാനോ? എന്തു പറ്റി? വേണ്ടടോ, ഇനി ഈ പണം എനിക്ക് വേണ്ട. അപ്പൊ കൈപ്പറ്റുന്നില്ല. എന്താ മണി ഓർഡർ തിരിച്ചയച്ചത്? അത് വേണ്ടെന്ന് വെച്ചു. അതെന്താ? ഈ ജോലി ചെയ്ത് കിട്ടുന്ന കൂലിക്ക് അധ്വാനത്തിന്റെ ഫലം എന്നാണല്ലോ പറയാ. ഇതുവരെ അധ്വാനം ഇല്ലാതെ ഒരു നിമിഷം കൊണ്ട് ചെയ്തു തീർക്കുന്ന ക്രൂരകൃത്യത്തിനുള്ള കൂലിയാ. ഞാനൊരു സെൻട്രൽ ജയിൽ ജീവനക്കാരനാ. സെൻട്രൽ ജയിലിൽ എന്ത് ജോലിയാ? ഈശ്വരൻ വിചാരിക്കുന്നതിലും വേഗം മനുഷ്യജീവൻ ഒടുക്കുന്നയാളാ. ഞാനൊരു ആരാച്ചാരൻ. ആരാച്ചാരെന്ന് കേട്ടപ്പോ തനിക്ക് പേടി തോന്നുന്നുണ്ടല്ലേ? മനസ്സുണ്ടായിട്ട് ചെയ്യുന്ന ജോലി അല്ല രാഘവ, പാരമ്പര്യമായിട്ട് കിട്ടുക. ഓരോരുത്തരെ തൂക്കിലേറ്റുമ്പോഴും ആരാച്ചാരന്മാരുടെ മനസ്സിന് കരുത്തും ധൈര്യം കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ കാര്യം നേരെ മറിച്ച. ഇനി എനിക്ക് തൊഴിൽ ചെയ്യാൻ വയ്യടോ. തനിക്കറിയാവോ, ഒരുപാട് പേരുടെ കഴുത്തെ കറുത്ത തുണിയും കയറും കെട്ടിയവനാ ഞാൻ. അന്നൊന്നും എനിക്ക് ഒരു വിഷമം തോന്നിയില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരാളുടെ ജീവൻ ഞാൻ ഒടുക്കി. ഒരു മമ്മാലിയുടെ. വലിയ കുറ്റമാണ് അവൻ ചെയ്തത്. പക്ഷെ കഴുത്തെ കയറിട്ടപ്പോ എന്റെ ഉമ്മായും കുഞ്ഞുമോളെയും കാണണമെന്ന് പറഞ്ഞ അവൻ പൊട്ടിക്കരയായിരുന്നു. കറുത്ത തുണിക്കുള്ളിൽ ഞെരിഞ്ഞമർന്ന മമ്മാലിയുടെ കരച്ചിൽ കേട്ടിട്ട് അവന്റെ ആരുമല്ലാത്ത ഞാൻ പോലും തകർന്നു പോയിടോ. അന്ന് ഞാൻ തീരുമാനിച്ച മേലില്ല കയറി ഞാൻ തൊടില്ല. ആ കാശും എനിക്ക് വേണ്ട. നന്ദേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞ പിണങ്ങോ? കാര്യം എന്താണെന്ന് പറ, എന്നിട്ട് തീരുമാനിക്കാൻ ഇണങ്ങണോ പിണങ്ങണോന്ന്. എനിക്കൊന്ന് വീട്ടിൽ പോണമെന്നുണ്ട്. ഞാൻ പൊയ്ക്കോട്ടെ? എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? അല്ലെങ്കിൽ വീട്ടിൽ പോകാൻ പറഞ്ഞാൽ പോലും പോകാത്തവളായിരുന്നല്ലോ നീ.
അമ്മയെ കണ്ടിട്ട് കുറെ ദിവസമായില്ലേ, അതുകൊണ്ടാ. അതിന് അമ്മ അസുഖമായിട്ട് കിടക്കൊന്നും അല്ലല്ലോ ഉടനെ പോയി കാണാൻ. അസുഖം ഉണ്ടെങ്കിൽ മാത്രമേ അമ്മയെ കാണാവൂ. എന്നല്ല ഞാൻ പറഞ്ഞത്, ഡേ ആൻഡ് നൈറ്റ് ഡ്യൂട്ടിയാണ് എനിക്കിപ്പോ. നീ ഇവിടെ ഇല്ലെങ്കിൽ എന്റെ ഒരു കാര്യവും നടക്കില്ല, അതുകൊണ്ടാ. യെസ്, നന്ദകുമാർ ഹിയർ. സർ സർ, 5-6 പോലീസുകാരൻ വെച്ച് കാട് മുഴുവൻ സെർച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സർ, അതുകൊണ്ടാ. എനിക്കറിയാം സർ, അവൻ ഇവിടെ വിട്ട് പോകാനിടയില്ല സർ. മെസ്സേജ് അയച്ചിട്ടും ആവശ്യത്തിനുള്ള ഫോഴ്സ് ഇതുവരെ എത്തിയിട്ടില്ല സർ. താങ്ക് യു സർ, ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. താങ്ക് യു സർ. SP യുടെ ഫോണാ, അങ്ങേർക്ക് AC റൂമിലിരുന്ന് കൽപ്പിച്ചാൽ മതിയല്ലോ. ഇവിടെ ഊണും ഉറക്കമില്ലാതെ കാട്ടി കിടന്ന് അട്ടാടി കൊള്ളാൻ മറ്റുള്ളവരും. അയാളെ പിടിക്കുവോ? എന്താ സംശയം? എന്റെ മോനെ എനിക്കൊന്ന് കാണണം. പാപ്പച്ച, എന്റെ മോനെ എനിക്കൊന്ന് കാണിച്ചു തരില്ലേ? അമ്മ വിഷമിക്കാതിരിക്കേ, അമ്മയെ കാണാൻ അവൻ വരാതിരിക്കില്ല. അവൻ ഇവിടെ വന്ന അവനെ പോലീസുകാർ പിടിച്ചോണ്ട് പോവില്ലേ? എന്റെ കണ്ണടയുന്നതിന് മുമ്പേ എന്റെ മോനെ എനിക്കൊന്ന് കാണാൻ പറ്റില്ലേ? പാപ്പച്ച, എന്റെ മോനെ എനിക്ക് കാണണം, അല്ലെങ്കിൽ അവന്റെ അടുത്ത് എന്നെ കൊണ്ടുപോ. അമ്മ സമാധാനമായിട്ട് കിടക്ക, ഞാൻ കൊണ്ടുവന്ന് കാണിക്കാം. മധുരം കുറച്ചൊരു ചായ. കഴിക്കാൻ എന്തെങ്കിലും വേണോ? കഴിക്കാനല്ലേ ചായ, അല്ലാതെ കയ്യും കാലും കഴിക്കാനാ? അല്ലാതെ അല്ല, നമ്മൾ തമ്മിൽ എവിടോ കണ്ട പരിചയമുണ്ടല്ലോ അല്ലേ? ഇവിടെ എവിടെയാ? കുറച്ച് തെക്കുന്ന ഒരു ബിസിനസ് ആവശ്യമായിട്ട് വന്നതാ. അത് ശരി, അത് കണ്ടപ്പോഴേ തോന്നി. ഇവിടെ എന്താ അവിടെ ഇവിടെയൊക്കെ പോലീസുകാരെന്ന് കണ്ടല്ലോ. ഏതോ ഒരു പഹൻ ജേരി ആരി കാട്ടിൽ എവിടോ ഒളിച്ചിരിക്കുന്നുണ്ടല്ലോ. ഓനെ പിടിക്കാനുള്ള നെട്ടോട്ടല്ലേ ഈ പോലീസുകാര്. ഇവിടെ ആരെങ്കിലും അവനെ കണ്ടിട്ടുണ്ടോ? എവിടെ കാണാൻ? ലോകത്തുള്ള പോലീസുകാർ മുഴുവൻ നോക്കിയിട്ട് കണ്ടില്ല. എന്നിട്ടാ രണ്ട് ചായ എടുക്ക. ഓ, അപ്പോ അവൻ ഇവിടൊക്കെ തന്നെ ഉണ്ടെന്നുള്ളത് നേരെ അല്ലേ? ആണ്. ആ കാണുന്ന പുഴയുടെ അക്കരെ ഉണ്ടെന്നാ പറയണേ. അങ്ങോട്ട് എങ്ങനെയാ പോവാ? നീന്താനും അറിയാം. പിന്നെങ്ങനെ പോവാനാ? വഞ്ചി കൂടെ പോവാ. പക്ഷെ വഞ്ചി ഉണ്ടോ എന്റെ കയ്യില്? സത്യം പറ പാപ്പച്ച, അവൻ എവിടെയാ ഒളിച്ചിരിക്കുന്നത്? എനിക്കറിയില്ല സാർ. ജയിലിൽ ചാടിയതിനു ശേഷം ഞാൻ അയാളെ കണ്ടിട്ടേ ഇല്ല. പിന്നെ താനെന്തിനാ അവൻ അന്വേഷിച്ച് ഇവിടെ വന്നത്? അവന്റെ അമ്മ അവശ നിലയിൽ കിടക്കുക. ഈ ഭാഗത്ത് എവിടെയോ അവനുണ്ടെന്ന് പത്രത്തിൽ കണ്ടതുകൊണ്ട് വന്നതാ സാർ. അല്ല, അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലം തന്നെ അറിയിച്ചതുകൊണ്ടാണ് താൻ ഇവിടെ വന്നത്. പറയണം, എവിടെയാണ് സ്ഥലം? സത്യമായിട്ടും അവൻ എവിടെയുണ്ടെന്ന് എനിക്കറിയില്ല സാർ. ഇത്രയും നേരം മര്യാദയുടെ ഭാഷയിലാണ് ഞാൻ ചോദിച്ചത്. ഇനി പോലീസ് മുറയിൽ ചോദിച്ചാലേ താൻ സത്യം പറയുന്നുണ്ടെങ്കിൽ അതും എനിക്കറിയാം. സാർ ഇനി എങ്ങനെ ചോദ്യം ചെയ്താലും ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല സാർ. പ്രസാദം, എന്താ വിശേഷിച്ച്? ഇന്നൊരു വിശേഷമുണ്ടെന്ന് കൂട്ടിക്കോളൂ. രാഘവേട്ടന് വേഗം ഒരു ജോലി കിട്ടാൻ വേണ്ടി ദേവിയോട് പ്രാർത്ഥിച്ചിട്ട് വരിക. ചിരിക്കണ്ട, വളരെ ശക്തിയുള്ള ദേവിയാ. ഹോർലിക്സ് കഴിക്കുന്ന ദേവിയായിരിക്കും. കളിയാക്കൊന്നും വേണ്ട കേട്ടോ. വിളിച്ചാ വിളി കേൾക്കുന്ന ദേവിയാ. ദാ പ്രസാദം. അതിരിക്കട്ടെ, ഇന്നത്തെ പുഷ്പാഞ്ജലി എന്തിനു വേണ്ടിയാണെന്നറിയോ? അറിയില്ല. നമ്മുടെ കാര്യത്തിൽ തടസ്സമൊന്നും വരാതിരിക്കാൻ വേണ്ടിയാ. അല്ലെങ്കിൽ തന്നെ പെൺകുട്ടികൾക്കൊരു വിചാരമുണ്ട്, പ്രേമിച്ചു തുടങ്ങിയ ഉടനടി കഴുത്തിൽ താലി കയറണം. എന്തായാലും നമ്മുടെ വിവാഹം കുറച്ചാളോട് കഴിഞ്ഞിട്ടൊക്കെ മതിട്ടോ, അല്ലെങ്കിലേ ഈ റൊമാൻസിന് ത്രില്ലങ്ങ് പോകും. അയ്യടാ, നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന് നാട് മുഴുവൻ പറഞ്ഞു നടക്കാനല്ലേ? അത് മനസ്സിലിരിക്കട്ടെ. കൊച്ചി രാജാവിന്റെ കൊച്ചുമോളല്ലേ നാട് മുഴുവൻ കൊട്ടി കൊഴിച്ചു കിടക്കാൻ. രാഘവേട്ടാ, എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. ഞാൻ പ്രസാദം തൊടുവിച്ചത് ഇഷ്ടായില്ലേ? അതുകൊണ്ടല്ല,
കുളിക്കാതെ പ്രസാദം തൊടാൻ പാടില്ലല്ലോ. മനസ്സ് ശുദ്ധമാണെങ്കിൽ കുളിച്ചില്ലെങ്കിലും ഒന്നുമില്ല. കുളിക്കാതെ പ്രസാദം തൊടിവിച്ചത് പാപമാണെങ്കിൽ അതിനുള്ള പ്രായച്ചിത്തം ഞാൻ ചെയ്തോളാം. ശോഭന്തി, ചേച്ചി തലവേദനയായിട്ട് മോളി കിടക്കുക. നീ ഉള്ള വെള്ളം എടുത്തേ. സാർ, വെള്ളം. ഒരു പ്രത്യേക അറിയിപ്പ്. ഈ ഫോട്ടോയിൽ കാണുന്ന 30 വയസ്സ് പ്രായമുള്ള മാധവൻകുട്ടി എന്ന വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവ് പുള്ളി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവ് ചാടിയിരിക്കുന്നു. 6 അടി ഉയരവും വെളുത്ത നിറവുമുള്ള ഇയാളെക്കുറിച്ച് എന്തെങ്കിലും അറിവ് ലഭിക്കുന്നവർ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുക. ഇയാൾ ഒരു ദിവസം രാത്രി ഇവിടെ വന്നിരുന്നല്ലോ. ഇവിടെ വന്നിരുന്നു? അതെ സാറേ, മുകളിൽ നിന്ന് ശോഭ ചേച്ചിയെ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ ഇവിടെ വന്നിരുന്നോ? ആര്? ആ മാധവൻകുട്ടി. നിന്നോടാ ചോദിച്ചത്. വന്നിരുന്നു. കുറ്റവാളിയായ കാമുകൻ അഭയം കൊടുക്കാൻ പോലീസുകാരനായ ഭർത്താവിന്റെ വീട് തന്നെ തിരഞ്ഞെടുത്ത നിന്റെ ബുദ്ധി അപാരം തന്നെ. നന്ദേട്ടാ, മാധവേട്ടൻ എന്നെ കാണാൻ വന്നതല്ല, പോലീസിനെ ഭയന്ന് ഇവിടെ ഓടിക്കയറിയതാണ്. പഴയൊരു ബന്ധത്തിന്റെ പേരിൽ ഭാര്യ അനാവശ്യമായി സംശയിക്കുന്ന ഒരു ഭർത്താവല്ല ഞാൻ. പക്ഷെ ഞാൻ ഇല്ലാത്ത സമയത്ത്, പ്രത്യേകിച്ച് രാത്രിയിൽ, കാമുകനെ സ്വീകരിക്കുന്ന ഒരു ഭാര്യയെ ടോളറേറ്റ് ചെയ്യാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. ദയവായി നന്ദേട്ടൻ എന്നെ വിശ്വസിക്കണം. ഈ താലി കഴുത്തിൽ വീണ അന്ന് മുതൽ എന്റെ മനസ്സിൽ ഒരാളെ ഉള്ളൂ, അത് നന്ദേട്ടനാണ്. അങ്ങനെയാണെങ്കിൽ അവനിവിടെ വന്ന കാര്യം നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? പല പ്രാവശ്യം പറയണമെന്ന് ആഗ്രഹിച്ചതാണ്, പക്ഷേ എന്തുകൊണ്ടോ എന്റെ മനസ്സ് വിലക്കി. നന്ദേട്ടാ, മാധവേട്ടൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, സത്യം. ഓഹോ, അത് ശരി. ഇപ്പോഴും നീ അവന് വേണ്ടി വാദിക്കുകയാണല്ലേ? എടീ, ഒരുത്തനെ മനസ്സിൽ സൂക്ഷിച്ച് വേറൊരുത്തനെ താലി കെട്ടാൻ കഴുത്ത് നീട്ടിക്കൊടുക്കുന്നത് നിനക്കൊരു ഫാഷൻ ആയിരിക്കും. പക്ഷെ ജീവിതം ഒരു ഫാഷൻ പരേഡായി കാണാൻ മാത്രം വിശാല മനസ്കനൊന്നും അല്ല ഞാൻ. നന്ദേട്ടൻ കുറച്ചുകൂടി മാന്യമായി സംസാരിക്കണം. ഒരിക്കൽ മാധവേട്ടനെ സ്നേഹിച്ചിരുന്നു എന്ന ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനില്ലാത്ത അർത്ഥങ്ങൾ ഉണ്ടാക്കി. ഇല്ലാത്ത അർത്ഥങ്ങളോ? എന്റെ ഭാര്യ എന്നെ മാത്രമേ സ്നേഹിക്കാവൂ എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ ഭർത്താവാണ് ഞാൻ, അല്ലാതെ. എന്നെങ്കിലും ഒരിക്കൽ ഇതുപോലെ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരുമെന്നറിയാവുന്നത് കൊണ്ട് വിവാഹരാത്രി തന്നെ എല്ലാം തുറന്നു പറയാൻ ഞാൻ ശ്രമിച്ചത്. പക്ഷെ അന്നത് കേൾക്കാൻ നന്ദേട്ടൻ തയ്യാറായില്ല. എന്നിട്ടിപ്പോ ഇരുന്നോളൂ. ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞു അല്ലേ? ഒറ്റ മോനായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണം. ഫ്രണ്ട്സൊക്കെ ഇപ്പോഴാ പോയത്. താനെന്താ ഒന്നും മിണ്ടാത്തത്? എന്തു പറ്റി? സുഖമില്ലേ? ഞാനൊരു കാര്യം പറഞ്ഞ എന്നോട് ദേഷ്യം തോന്നോ? ദേഷ്യോ? അത് കൊള്ളാം. ദേ, കരഞ്ഞും പിടിച്ചും ഇന്നത്തെ ദിവസത്തിന്റെ മൂഡ് കളയരുത്. താൻ എന്താ പറയാൻ പോകുന്നെന്ന് എനിക്കറിയാം. കല്യാണത്തിന് മുമ്പ് തനിക്കൊരു ലവ് അഫെയർ ഉണ്ടായിരുന്നെന്നും വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാണ് ഇതിന് സമ്മതിച്ചതെന്നും അങ്ങനെയൊക്കെ അല്ലേ? ശോഭേ, കല്യാണത്തിന് മുമ്പ് ഒരു അനുരാഗ കഥയെങ്കിലും പറയാനില്ലാത്ത ഒരാണോ പെണ്ണോ ഉണ്ടാവോ? തന്നെ കുറിച്ച് അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിലും തൊഴിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലല്ലേ. ഫസ്റ്റ് നൈറ്റിൽ നവവധുവിന്റെ കണ്ണ് നിറയുന്നത് നല്ലതാണെന്ന് ഫ്രണ്ട്സ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നീടുള്ള ദിനങ്ങൾക്ക് നിറപ്പകിട്ട് കൂടുമല്ലോ. കഴിഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞിരിക്കാനുള്ള സമയമല്ലെന്ന് നമുക്ക് വേറെ എന്തൊക്കെയോ പറയാൻ കിടക്കുന്നു. എനിക്ക് വല്ലാത്ത തലവേദന. ടെൻഷൻ കൊണ്ടായിരിക്കും. വല്ല വിക്സോ അമൃതാഞ്ജനോ പരട്ടണോ? വേണ്ട. എന്നാ കിടന്നോളൂ. കിടന്നോളൂ. സാർ, ചേച്ചി താഴെ കിടന്ന് കരയുന്നു. എന്താ ഇത്? എല്ലാരും മരണ വീട്ടിൽ നിൽക്കുന്നത് പോലെ. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയടോ സുകുമാരപിള്ളേ. റിട്ടയർ ചെയ്യാൻ ഇനി കുറച്ച് വർഷങ്ങളല്ലേ ഉള്ളൂ. അതിനു മുമ്പ് ഒരു സസ്പെൻഷൻ. സാരല്ല സാർ, ഞാൻ ചെയ്തത് തെറ്റാണ്. എന്നാലും മനസ്സിനൊരു സുഖമുണ്ട്. ഒരു നിരപരാധി രക്ഷപ്പെട്ടല്ലോ, അത് മതി.
താൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെയൊക്കെ കാണാൻ വരണം. നിങ്ങൾ വിഷമിക്കണ്ട, വിധിയുണ്ടെങ്കിൽ ഞാൻ ഇനി ഇവിടെ തന്നെ വരും. വരട്ടെ. കറിക്കടൂ. അല്ല, ഇവിടെ വന്നിരിക്കുക. ഞാൻ എവിടൊക്കെ അന്വേഷിച്ചെന്നറിയോ? അന്നത്തെ പോലെ എവിടെയെങ്കിലും ഇറങ്ങിപ്പോയതായിരിക്കുന്ന ഞാൻ വിചാരിച്ചത്. ഇപ്പൊ സമാധാനായി. ഞാൻ ഒത്തിരി നാളായിട്ട് ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കാം. രാഘവേട്ടന്റെ സ്വന്തം സ്ഥലം എവിടെയാ? കുറച്ച് തെക്ക. തെക്കെന്ന് വെച്ചാ സ്ഥലത്തിന് പേരില്ലേ? പേരൊക്കെ ഉണ്ട്. എന്തിനാ അതൊക്കെ അറിയുന്നത്? അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? ആ വഴി അങ്ങനെ വരാൻ ഇടവന്ന ഒന്ന് കേറാലോ. ചേച്ചി മമ്മി ഇവിടെ വന്നിരിക്കല്ലേ? ആ പിന്നെ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കണ്ട. പോലീസുകാരുടെ ബഹളമാ. ഞാനിപ്പോ വേലുവസിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ 2-3 പോലീസുകാർ എന്നോട് ചോദിക്കുക, വേലുവസം പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടല്ലോ, പിന്നെ ഇവിടെ എന്താ കാര്യമെന്ന്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. ഒരുത്തൻ ഇവിടെ എവിടെ ഒളിച്ചിരിപ്പുണ്ടെന്ന് വെച്ച് മനുഷ്യർക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായി. ഇങ്ങനെയായ നാട്ടുകാർ തന്നെ അയാളെ തെരഞ്ഞു പിടിച്ചു കൊടുക്കുമെന്നാ തോന്നേ. എന്നാലെങ്കിലും മനസ്സമാധാനത്തോടെ കഴിയാലോ. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. ഒരുത്തൻ ഇവിടെ എവിടെ ഒളിച്ചിരിപ്പുണ്ടെന്ന് വെച്ച് മനുഷ്യർക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായി. ഇങ്ങനെയായ നാട്ടുകാർ തന്നെ അയാളെ തെരഞ്ഞു പിടിച്ചു കൊടുക്കുമെന്നാ തോന്നേ. എന്നാലെങ്കിലും മനസ്സമാധാനത്തോടെ കഴിയാലോ. മാധവൻകുട്ടി, എല്ലാം എനിക്കറിയാം മാധവൻകുട്ടി. താൻ ആരാണെന്ന് ശരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തന്നെ ഞാനിവിടെ കൂട്ടിക്കൊണ്ടുവന്നതും കൂടെ താമസിപ്പിച്ചിരിക്കുന്നതും. ഇവിടെ കിട്ടുന്ന സുരക്ഷിതത്വം മാധവൻകുട്ടിക്ക് വേറെ എവിടെയും കിട്ടില്ല. ഒരു തെറ്റും ചെയ്യാത്തവരാണ് ഞാൻ. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ശരിയായിരിക്കാം, പക്ഷെ 4 വശവും പോലീസ് ഓടി നടക്കുക. അവരുടെ കൈപ്പെടാതെ തന്നെ നിരപരാധിത്വം തെളിയിക്കാൻ തനിക്ക് കഴിയുമോ? കഴിയുമെങ്കിൽ തനിക്ക് പോവാം. മാധവൻകുട്ടി, എന്റെ അമ്മൂമ്മയുടെ മനസ്സ് നിറയെത്താനാ. തന്നെ പോലീസുകാർ പിച്ച് ചിന്തെന്ന് കണ്ടു നിൽക്കാൻ കരുത്തില്ലാത്തോണ്ട് പറയാ. പോകരുത്. നിങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ ഫെസിലിറ്റീസും ഡിപ്പാർട്ട്മെന്റ് തന്നില്ലേ? എന്നിട്ട് ഇതുവരെ അവനെ കുറിച്ച് പ്രൂവ് കിട്ടിയില്ലെന്ന് വെച്ചാൽ DGP എന്ത് പറയും? കാട്ടിൽ ഇനി അരിച്ചു പെറുക്കാൻ ഒരു സ്ഥലവും സർ. നമ്മൾ ഫോറസ്റ്റ് വളയുന്നതിന് മുമ്പേ അവൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും കൊക്കയിൽ ചാടി സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാവും. വാട്ട് നോൺസെൻസ്! സൂയിസൈഡ് ചെയ്യാനാണെങ്കിൽ അവൻ എന്തിനാണ് ജയിലടിയത്? സർ, അത് മിസ്റ്റർ നന്ദകുമാർ, നിങ്ങൾ മനസ്സ് വെച്ചാൽ അവനെ കസ്റ്റഡി എടുക്കാൻ കഴിയും. പക്ഷേ നിങ്ങൾ അതിന് തുനിയുന്നില്ല. കാരണം നിങ്ങൾക്ക് അവനോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ട്. സാർ എന്തായി പറയുന്നത്? എനിക്ക് അവനോട് പ്രത്യേക താല്പര്യമോ? എന്താ സംശയം? തന്റെ ഭാര്യയും മാധവൻകുട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഡ്യൂട്ടി വേറെ, റിലേഷൻ വേറെ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവനാണ് സാർ ഞാൻ. എന്റെ ഭാര്യയും മാധവൻകുട്ടിയും തമ്മിൽ അടുപ്പമായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് എന്റെ ജോലിയെ ബാധിക്കുന്ന കാര്യമല്ല. മാധവൻകുട്ടി കാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവനെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കും. എനിവേ 24 അവേഴ്സിനകം അവനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കണം. സാർ, കോഫി എന്താ നന്ദേട്ടാ വല്ലാതെ? മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായിട്ടുണ്ട്. പോകാനാ പറഞ്ഞത്. ഞാനാ നന്ദകുമാർ. അവനെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? അവൻ ഈ ഫോറസ്റ്റ് വിട്ട് എങ്ങും പോയി കാണില്ല. നിങ്ങൾ ആദിവാസി കോളനി ഉൾപ്പെടെ എല്ലാ വീടുകളും സെർച്ച് ചെയ്യണം. അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. നാളെ നേരം പുലരുന്നതിന് മുമ്പ് അവനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കണം. മനസ്സിലായോ? ഓക്കെ.
കർമ്മം ചെയ്യാനെങ്കിലും അവനിങ് എത്തുവോ? എങ്ങനെ എത്താനാ? ഇവിടെ വന്ന പോലീസ് പിടിക്കില്ലേ? അപ്പൊ പിന്നെ കർമ്മങ്ങളൊക്കെ ആരാ ചെയ്യാ? ഞാൻ പോകുന്നു അച്ഛനെ. ഇല്ലേ, എങ്ങനെ പോകും? പോലീസിന്റെ കണ്ണു വെട്ടിച്ച് നിനക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാനൊക്കില്ല. അവരെന്നെ പിടിക്കേ കൊല്ല് എന്ത് വേണേലും ചെയ്തോട്ടെ. എന്റെ അമ്മയെ കാണാൻ വേണ്ടി ഞാൻ ജയിലിൽ ചാടിയത്. ഏക മകനാ ഞാൻ. അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് പോണാ അച്ഛനെ. മകനില്ലാത്ത സ്ഥിതിക്ക് ചേട്ടൻ തന്നെ ആകട്ടെ. അല്ലാതെ എന്താ ചെയ്യാ? ഒക്കെ കർമ്മഫലമെന്ന് കരുതിയാ മതി. അതങ്ങോട്ട് വാങ്ങും എന്നെ. സാർ, കൃഷ്ണദാസനെയും ഈപ്പച്ചനെയും കൊന്നത് ഈ മാധവൻകുട്ടിയല്ല. ഞാൻ പറയുന്നത് സത്യമാണ് സാർ. കൃഷ്ണദാസനെ ഈപ്പച്ചനെയും കൊന്നത് ഈ നിൽക്കുന്ന മാധവൻകുട്ടി അല്ല. പിന്നെ ആരാ? തനിക്കറിയാവോ? അറിയാം സാർ. ആരാ? ഞാനാ. എന്തിനു വേണ്ടി? എന്റെ മകൾ കൊടുത്ത സ്ത്രീധന പണവും അവളുടെ ആഭരണവും എന്റെ തറവാട് സ്വത്ത് വിറ്റ് കിട്ടിയ പണവും കൊണ്ടാണ് കൃഷ്ണദാസ് കുറിക്കമ്പനി തുടങ്ങിയത്. കുറിക്കമ്പനി വളർന്നു വന്നതോടൊപ്പം അവന്റെ സ്വഭാവത്തിന് മാറ്റം വന്നു. പെണ്ണിനും മദ്യത്തിനും അടിമയായ അവന് അവസാനം ഭാര്യയും കുഞ്ഞൊരു അതിയപ്പറ്റായി സാറേ. എനിക്കിനി ആ മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ വയ്യ അച്ഛ. മതിയായി. എപ്പോഴാണ് അയാൾ എന്നെയും കുഞ്ഞിനെ കൊല്ലുകയെന്നറിയില്ല. ഈ നരകത്തിൽ നിന്ന് അച്ഛൻ എങ്ങനെയെങ്കിലും എന്നെ കൊണ്ടുപോകണം. എന്താ മോളെ പാടുകള്? ചേട്ടോണ്ട് കുത്തിയതാ. ഇതിന് തക്കായിട്ട് എന്താ ഉണ്ടായപ്പോ? അച്ഛനോട് ഞാൻ എങ്ങനെയാ പറയാ? പുറത്തുനിന്ന് വേറെ പെണ്ണുങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് ഓരോ പകലും പോയി രാത്രിയാകുമ്പോ എനിക്ക് പേടിയാണ് അച്ഛാ. മോള് വേഗം റെഡി ആയിക്കേ, നമുക്ക് പോവാം. ഇവിടെ താമസിച്ചത് മതി. ചെല്ല് അമ്മാവോ.
ഇവളുടെ കെട്ടിയാനാന്നും പറഞ്ഞ് ഞാനൊരുത്തിന് ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. എന്റെ സമ്മതമില്ലാതെ ഇവളെ ഇറക്കിക്കൊണ്ട് പോവോ? എന്റെ മോളെ നിനക്ക് കെട്ടിച്ചത് തല്ലാനും കൊല്ലാനൊന്നുമല്ല. അനുസരണക്കേട് കാണിച്ചാൽ ചിലപ്പോ തല്ലിയെന്നിരിക്കും, ചിലപ്പോ കൊന്നെന്നിരിക്കും. നീ കാണിക്കുന്ന വൃത്തികേടോ കൂട്ടുന്നില്ലെങ്കിൽ അനുസരണക്കേടാവും അല്ലേ? അതിന് എന്നെ മോളെ കിട്ടില്ല. മോള് വേഗം റെഡിയാക്കി പോകാം. അങ്ങനെ കൊണ്ടുപോകാൻ താൻ വളർന്നിട്ടില്ല. ഇറങ്ങണ പുറത്ത്. ഞാൻ എന്റെ അച്ഛനോട് പോവാ. കേരളീയത്ത് കയറാൻ. ഇല്ല, ഞാൻ പോകും. നീ കാച്ചിക്കളയും ഞാൻ. അച്ഛൻ പോയിക്കോ അച്ഛാ. പിന്നെ ഞാൻ എന്റെ മോളെ കാണുന്ന ഫാനിൽ കെട്ടിത്തൂങ്ങി മരിച്ച നിലയല്ലേ സാറേ? അവൾ ആത്മഹത്യ ചെയ്തതല്ല, അവൻ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാ. എന്നിട്ട് അവന്റെ സ്വാധീനം ഉപയോഗിച്ചത് ആത്മഹത്യയാക്കി മാറ്റി. അത് ചോദിക്കാൻ ചെന്ന് എന്നെ അവനെ ഈ പറ്റിനോടെ ചവിട്ടി പുറത്താക്കി സാറേ. അന്ന് മുതൽ ഓരോ ദിവസവും ഞാൻ കാത്തിരിക്കായിരുന്നു അവനെ ഒന്ന് കിട്ടാൻ. ഇതാണ് സാറേ ഉണ്ടായത്. കുറ്റയേറ്റ് പറഞ്ഞ് കീഴടങ്ങണമെന്ന് പല പ്രാവശ്യം ഞാൻ വിചാരിച്ചതാ. പക്ഷെ എന്റെ അമ്മ മോൾ അനാഥയാവല്ലെന്ന് ഓർത്തപ്പോ മനസ്സെന്നെ വിലക്കി. എന്നോട് പൊറുക്കണം കേട്ടോ. വാ, എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്റെ അമ്മമ്മക്ക് ആരോരും ഇല്ലെന്ന് അറിയാമല്ലോ. അവളെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് വളർത്തണം. പിന്നെ എന്നെ തൂക്കാൻ വിധിക്കുകയാണെങ്കിൽ ഒരു മകന്റെ സ്ഥാനത്ത് നിന്ന് ജഡവേറ്റ് വാങ്ങണം. എന്നിട്ട് ആചാരവിധി പ്രകാരം അടക്കം ചെയ്യണം. അങ്ങനെ ചെയ്യില്ലേ?